Hello once again. So we are going to start discussion of the MTP2. Auditing Jan 26 attempt MTP2 and answers I hope you have gone through the MTP2 questions. MTP1 was fairly tricky questions പക്ഷേ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. യൂഷ്വൽ കാണുന്ന പാറ്റേൺ മാറിയിട്ട് എല്ലാം കുറേയും കൂടി ഒരു ജനറൽ തിയറി പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ MTP1 കണ്ടു. RTP വാസ് വെരി സിമ്പിൾ ദിസ് ടൈം. സോ യെസ്, നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻസിൻ്റെ മിനുക്ക് പണി എന്ന രീതിയിൽ നമുക്ക് ഇതും കൂടി ഇനി നോക്കാം, വിച്ച് ഇസ് MTP2. യെസ്, സോ ലെറ്റ് us നോട്ട് വേസ്റ്റ് മോർ ടൈം ആൻഡ് സ്ട്രേറ്റ് അവേ കം ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് കേസ് സ്റ്റഡി കാണുന്ന സമയത്ത് കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ടേബിൾസ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ 450 വർക്കേഴ്സ് ഉണ്ട്. ആൻഡ് ഓവർ ദ ഫിനാൻഷ്യൽ ഇയർ 24-25 ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പ്രീവിയസ് ഇയേഴ്സിലത്തെ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടായിരുന്നു, എത്ര ഓവർ ടൈം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, സാലറി എക്സ്പെൻസ് മൊത്തം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. വി ക്യാൻ സീ ദാറ്റ് ഓവർ ദ ഇയേഴ്സ് നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് എക്സ്പെൻസസും കുറച്ച് അധികമായിട്ട് കൂടിയിട്ടുണ്ടെന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. സാലറി എക്സ്പെൻസ് ഇൻക്രീസ്ഡ് ബൈ 43% എന്നും നമ്പർ ഓഫ് എംപ്ലോയീസ് ഓൺലി ഇൻക്രീസ് ബൈ 2% എന്നും 2% എംപ്ലോയീസേ എല്ലാ വർഷവും കൂടിയിട്ടുള്ളൂ, പക്ഷേ 43% എക്സ്പെൻസ് കൂടി. ഇങ്ങനെയൊക്കെ ഓഡിറ്റർ ഓരോന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ട്രെൻഡ് അനാലിസിസ് ഇസ് അപ്ലൈ ടു ഐഡൻറ്റിഫൈ ദിസ് അൺയൂഷ്വൽ ഫ്ലക്ച്വേഷൻ എന്നും ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ട്രെൻഡ് അനാലിസിസ് ഫോളോ ചെയ്യുന്നു. എന്തുവാ ട്രെൻഡ് അനാലിസിസ്? അതൊരു തരം അനലിറ്റിക്കൽ പ്രൊസീജിയറാണ്. അനലിറ്റിക്കൽ പ്രൊസീജിയറിൻ്റെ ഒരു മെത്തേഡാണ് ട്രെൻഡ് അനാലിസിസ്. ആൻഡ് നമുക്കറിയാം, വെൻ വി കമ്പയർ ദ financial informations of more than one previous year to make standards and expectations for the current year evaluation, that is called as trend analysis. Okay, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. Now let us go to the usual approach. Let us straight away hit the questions. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി കഥ വായിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓഡിറ്റർ കമ്പയർസ് ദ സാലറി എക്സ്പെൻസ് ഓഫ് ദ കറണ്ട് ഇയർ വിത്ത് ദ പ്രീവിയസ് 2 years. ആ മെത്തേഡിൻ്റെ പേരെന്താണ്? ട്രെൻഡ് അനാലിസിസ്. അവർ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡാണെന്ന്. റീസണബിൾനെസ് ടെസ്റ്റ് എന്തുകൊണ്ടായിട്ടില്ല? ബിക്കോസ് റീസണബിൾ ടെസ്റ്റിൽ നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നോക്കുക. റേഷ്യോ അനാലിസിസിൽ ഫിനാൻഷ്യൽ നോക്കും, ബട്ട് ഓൺലി ഓഫ് ദ കറണ്ട് ഇയർ. സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ട് കമ്പാരിസൺ ചെയ്യുന്ന പർപ്പസ് അല്ലേ. സോ മോർ ദാൻ വൺ പ്രീവിയസ് ഇയേഴ്സിൻ്റെ എക്സ്പെൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് ബേസ്ഡ് ആയിട്ട് അൺയൂഷ്വാലിറ്റി ഉണ്ടോ നോക്കുന്നു. ദാറ്റ് ഇസ് അനലിറ്റിക്കൽ പ്രൊസീജിയർ, ട്രെൻഡ് അനാലിസിസ്. ഡിസ്പൈറ്റ് ഓൺലി എ സ്മോൾ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ്, സാലറി എക്സ്പെൻസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. വാട്ട് ഷുഡ് ബി ദി ഓഡിറ്റേഴ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദിസ് അൺയൂഷ്വൽ ട്രെൻഡ്? അപ്പോൾ ഈ അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്തിട്ട് ഒരു അൺയൂഷ്വാലിറ്റി, ഒരു എക്സെപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എന്തുകൊണ്ട് വന്നു എന്ന് ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യണം. എൻക്വയറിയും ഇൻസ്പെക്ഷൻ ഒക്കെ ഫർദർ ചെയ്യണം അല്ലേ. സോ വാട്ട് ഷുഡ് ബി ദ റെസ്പോൺസ്? വി ഹാവ് ടു പെർഫോം ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. സി ഇസ് ദി ആൻസർ. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളാണ്. Which of the following situations most strongly indicate a risk of fictitious employees based on trend? ഈ ട്രെൻഡ് അനാലിസിസിൽ നിന്നും ഫിക്ടീഷ്യസ് എംപ്ലോയീസ് വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് സാലറി എക്സ്പെൻസ് ഇസ് ഇൻക്രീസിങ് ഫാർ മോർ ദാൻ ദി എംപ്ലോയി കൗണ്ട്. എത്ര എംപ്ലോയീസ് ആണ് വന്നേക്കുന്നത് അതിനേക്കാളും ഒരു മയം ഇല്ലാത്ത രീതിയിൽ സാലറി എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. സോ അവർ ഫേക്ക് എക്സ്പെൻസ് ആയിട്ട് കയറ്റിയിട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ടൈം. അതുകൊണ്ട് ഓവർ ടൈം അവേഴ്സ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടൊന്നും ഇത്രയും 43% ഇൻക്രീസ് സംഭവിക്കത്തില്ല. ഇത് ഫേക്ക് എക്സ്പെൻസ് ബുക്ക് ചെയ്തായിരിക്കണം. സത്യം സ്കാനറിൽ സംഭവിച്ചിട്ടുള്ള. വിച്ച് സിറ്റുവേഷൻ ബെസ്റ്റ് ടെസ്റ്റ് ദി ഒക്കറൻസ് അസർഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്? അപ്പോൾ എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള എക്സ്പെൻസസ്, സാലറി, വേജ്, അവരുടെ മറ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ശരിക്കും സംഭവിച്ചിട്ടുണ്ട്, ഹാസ് ഇറ്റ് ഒക്കേർഡ്, ഒരു എക്സ്പെൻസ് ഒക്കർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അസർഷൻ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു അസർഷൻ നോക്കിയാൽ ഒക്കറൻസ് ഒക്കറൻസിന് അർത്ഥം എന്താ? ഒക്കറൻസ് എന്ന് വെച്ചാൽ സർട്ടൻ ഇൻകം ഓർ എക്സ്പെൻസ് ഹാസ് ആക്ച്വലി ഹാപ്പൻഡ് ഓർ ഒക്കേർഡ് ആൻഡ് ഇറ്റ് പെർട്ടെയിൻസ് ടു ദി എൻറ്റിറ്റി എന്ന് കൺഫേം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒക്കറൻസ് അസർഷൻ എന്ന് പറയുക. അതായത് ആ വർഷം എംപ്ലോയി എക്സ്പെൻസ് എന്ന് കാണിച്ചേക്കുന്ന എമൗണ്ട് ശരിക്കും അവരുടെ തന്നെ എംപ്ലോയീസിനെ പേ ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് വേറെ മറ്റേ അൺഓതറൈസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഡമ്മി എംപ്ലോയീസ് കൊടുക്കുന്ന പൈസ ആ വർഷം ഒക്കർ ചെയ്ത പൈസ എന്ന് പറയാൻ പാടില്ല. സോ വാട്ട് ബെസ്റ്റ് ടെസ്റ്റ് ദ ഒക്കറൻസ് അസർഷൻ? ഒക്കറൻസ് അസർഷൻ ടെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു മാച്ച് ദ പേറോൾ വിത്ത് ദ പേഴ്സണൽ റെക്കോർഡ്സ് ടു കൺഫേം നോ അൺഓതറൈസ്ഡ് പേഴ്സൺസ് വെയർ പെയ്ഡ്. ഡമ്മി എംപ്ലോയീസ് ഒന്നുമില്ല, എല്ലാം പ്രോപ്പർ ഓതറൈസ്ഡ് എംപ്ലോയീസിന് മാത്രമേ പേയ്മെൻറ്റ് പോയിട്ടുള്ളൂ. കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള എക്സ്പെൻസ് മാത്രമാണ് ഈ വർഷത്തെ P&L ഒക്കർ ചെയ്തു എന്ന് കാണിക്കാൻ പറ്റുന്നത് അല്ലേ. അൺഓതറൈസ്ഡ് എംപ്ലോയീസിന് വല്ല പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ഒക്കറൻസ് അസർഷൻ. എന്നാലേ ദി എക്സ്പെൻസ് ഡസ് ഇറ്റ് ആക്ച്വലി പെർട്ടൈൻ ടു ദി എൻറ്റിറ്റി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ എൻറ്റിറ്റിയുടെ എംപ്ലോയീസിന് കൊടുത്തല്ലേ പറ്റൂ. വേറെ ആൾക്കാർക്ക് കൊടുത്ത പൈസ ഇല്ലാത്ത ആൾക്കാർക്കോ ഇല്ലെങ്കിൽ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന കമ്പനിയിലത്തെ
തൊട്ടപ്പുറത്തെ കമ്പനിയിലത്തെ എംപ്ലോയീസ് കൊടുക്കുന്ന പൈസ ഇവർക്ക് പെർട്ടൈൻ ചെയ്ത എക്സ്പെൻസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റുവേഷൻ റിഫ്ലെക്ട്സ് ദ കംപ്ലീറ്റ്നെസ് അസേർഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്. കംപ്ലീറ്റ്നെസ് അസേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമിഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണ് വരിക? എൻഷുർ ദാറ്റ്, ഓപ്ഷൻ ഡി നോക്കിയാൽ എൻഷുർ ദാറ്റ് ഓൾ പേഴ്സണൽസ് ഹാസ് ബീൻ അക്കൗണ്ടഡ് ഫോർ. ഇപ്പോൾ ഓൾ പേഴ്സണൽ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്നെസ്സിലോട്ട് പോകാൻ പറ്റും. അത് നമ്മൾ ഈ അസേർഷൻസിൻ്റെ ഒരു നോട്ട് ക്ലാസ്സിൽ തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക്, ഒരു 10-15 ഇലിസ്ട്രേഷൻസ് റിപ്പീറ്റ് പോയിന്റ്സ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു കേസ് സ്റ്റഡി നമ്പർ 1 വലിയ ഇഷ്യൂ ഇല്ല. കംപ്ലീറ്റ്നെസ് അസേർഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരുടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും ഒമിറ്റായി പോയിട്ടില്ല എന്ന ലോജിക്കിൽ നമ്മൾ ഡി ടിക്കടിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മദൻ ലീസിംഗ് കമ്പനി. അപ്പോൾ ലീസ് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇതേത് ചാപ്റ്ററിൽ വരുന്നത് മനസ്സിലായ? ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൻ്റെ കൂട്ടത്തിൽ ലീസ് ഹയർ പർച്ചേസ് കമ്പനികളുടെ കേസ് പറയുന്നുണ്ട്. അല്ല, ലീസ് കമ്പനികളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ലീസ് കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പ്രൊസീജിയേഴ്സും ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ഈ ലീസ് കമ്പനിയുടെ മെമ്മറാൻഡം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് നോക്കിയിട്ട്, ഒബ്ജക്ട് ക്ലോസ് നോക്കിയിട്ട് ഇവർക്ക് ലീസ്, അവരുടെ അസറ്റ്സിന് ലീസ് കൊടുക്കാൻ ഓതറൈസ്ഡ് ആണോ അവർ എന്ന് നോക്കണം. പിന്നെ ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം അഭ്യാസം കാണിക്കുമോ അതേ അഭ്യാസങ്ങളൊക്കെ ഒരു ലീസിങ് കമ്പനിയും കാണിക്കും. അതായത് ഒരു ലെസ്സി വന്നിട്ട് ലീസിന് സാധനം ആവശ്യപ്പെടുമ്പോൾ ആദ്യം അവൻ്റെ ക്രെഡിറ്റ് വർത്തനസ് ചെക്ക് ചെയ്യണം, അയാളുടെ നിന്ന് സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ലീസ് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചിരിക്കണം, അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ലീസ് അഗ്രിമെൻ്റ് എല്ലാം ഫോം ചെയ്യാനായിട്ട്. ലീസ് അഗ്രിമെൻറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യണം, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ലീസിൽ പറയുന്ന വസ്തു നമ്മൾ പാട്ടത്തിന് കൊടുക്കുമ്പോൾ ലെസ്സി ആവശ്യപ്പെടുന്ന അസറ്റ് ലെസ്സി ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ലെസ്സി ആവശ്യപ്പെടുന്ന സമയത്ത് എത്തിച്ച് കൊടുക്കുന്ന സമയത്ത് ലെസ്സിയിൽ നിന്നും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് വാങ്ങിക്കണം. ഇതെല്ലാം ഒരു ലോങ് ടേം കോൺട്രാക്ട് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, സേഫാക്കി ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനത്തെ കുറേ ലീസിങ് കമ്പനിയിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ ലീസിങ് കമ്പനി എന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നൗ ലെറ്റ് us say, അപ്പോൾ ദ ഫാക്ട്സ് ഗാദർ ബൈ ദി ഓഡിറ്റ് ടീം ഫ്രം ദ ലീസ് ഫയൽസ്. ലീസിങ് കമ്പനിയുടെ ലീസ് ഫയൽസ് നോക്കിയിട്ട് ഓഡിറ്റർ കുറേ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡീറ്റെയിൽസ് വായിച്ചാൽ മതി. ലെറ്റ് us straight go to the question. കാരണം പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കഥയുടെ ആവശ്യം വരാറില്ല. ലൈക്ക് ലെറ്റ് us see which audit procedure confirms whether Madan is legally permitted to. ഈ കമ്പനിക്ക് ലീഗലി ലീസ് ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അവരുടെ ഈ പറയുന്ന ആർട്ടിക്കിൾസിലത്തെ മെമ്മറാൻഡത്തിലത്തെയൊക്കെ ഒബ്ജക്ട് ക്ലോസ് ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ലീസ് പ്രപ്പോസൽ ഫോമും അഗ്രിമെൻ്റും ഇല്ല, ഒബ്ജക്ട് ക്ലോസ് നോക്കുമ്പോഴാണ് ലീസിങ് ബിസിനസ് അവരുടെ അസറ്റിനെ അവർക്ക് ലീസ് കൊടുക്കാൻ അവകാശമുണ്ടോ, ലീസ് ലീഗലി പെർമിറ്റഡ് ടു ഡു ദാറ്റ് എന്ന് മനസ്സിലാവുക. വിച്ച് മിസ്സിംഗ് ഡോക്യുമെന്റ് ഇൻ ദ ലീസ് ഫയൽ ക്രിയേറ്റ്സ് എൻ ഓഡിറ്റ് ഇഷ്യൂ അബൌട്ട് വെദർ ദ ലെസ്സി അക്സെപ്റ്റഡ് ദ ഡെലിവറി. അതാണ് അക്സെപ്റ്റൻസ് ലെറ്റർ വാങ്ങിക്കുന്നത്. അപ്പോൾ അക്സെപ്റ്റൻസ് ലെറ്റർ ഇല്ല എങ്കിൽ ലീസ് ലെസ്സിക്ക് കിട്ടിയോ, അതെപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നതിന് കൺഫർമേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വിച്ച് പ്രൊസീജിയർ വുഡ് ഓഡിറ്റർ പെർഫോം ടു ഇവാലുവേറ്റ് ദ ലെസ്സിസ് എബിലിറ്റി ടു മീറ്റ് ലീസ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഈ അസറ്റ് ആർക്കാണോ ലീസിന് കൊടുക്കുന്നത് ആ ലെസ്സിക്ക് ലീസ് കമ്മിറ്റ്മെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്താ വേണ്ടത്? മറ്റേ ക്രെഡിറ്റ് വർത്തനസ് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ആ പോയിന്റ് എവിടെയാണ്? വെരിഫൈ വെദർ ദർ എക്സിസ്റ്റ് എ പ്രൊസീജിയർ ടു അസർട്ടൈൻ ദ ക്രെഡിറ്റ് അനാലിസിസ് ഓഫ് ദ ലെസ്സി. ഗിവൺ ദ ഫാക്ട്സ് വിച്ച് കൺട്രോൾ ഡെഫിഷ്യൻസി ഷുഡ് ദി ഓഡിറ്റർ റിപ്പോർട്ട് ആസ് മിസ്സിംഗ്. മദനില്ലാത്ത കൺട്രോൾ ഇതിലേതാണ്? ഇൻവോയ്സ് ഇസ് നോട്ട് റീറ്റെയിൻഡ്, ബോർഡ് റെസൊല്യൂഷൻ ഇസ് ആബ്സെൻറ്റ്, കോപ്പീസ് ഓഫ് ഇൻഷുറൻസ് പോളിസി ഇസ് നോട്ട് ഒബ്റ്റെയിൻഡ്, ലീസ് അഗ്രിമെൻറ്റ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് എക്യുപ്മെൻറ്റ്. 4 ഡെഫിഷ്യൻസീസ് ആണ്. ഇതിലേത് ഡെഫിഷ്യൻസിയാണ് മദനുള്ളത് എന്ന് അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു കഥ വായിക്കേണ്ടി വരും. കാരണം ആ സംഭവങ്ങളെല്ലാം അതിലുണ്ടല്ലോ. നമ്മൾ ആ കഥ നോക്കുന്ന സമയത്ത് ലീസ് പ്രപ്പോസൽ പ്രസൻ്റ് ആണ്, ഒറിജിനൽ ഇൻവോയ്സസ് ഉണ്ട്, ദർ ഇസ് നോ അക്സെപ്റ്റൻസ് ലെറ്റർ ഇല്ല, ബോർഡ് റെസൊല്യൂഷൻ ഉണ്ട്, കോപ്പീസ് ഓഫ് ദ ഇൻഷുറൻസ് പോളിസി നോട്ട് ഫൗണ്ട്. അക്സെപ്റ്റൻസ് ലെറ്ററും ഇല്ല, കോപ്പീസ് ഓഫ് ദ ഇൻഷുറൻസ് പോളിസിയും ഇല്ല. ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ആൻസർ വരുന്നത്. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കൺട്രോൾ ഡെഫിഷ്യൻസി. അക്സെപ്റ്റൻസ് ലെറ്റർ ഇല്ല എന്ന പോയിന്റ് അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആൻസർ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ തന്നേക്കുന്ന ലിസ്റ്റിൽ ഇല്ലാത്തതായിട്ട് ഇപ്പോൾ ഉള്ളത് ഏതാണ്? മറ്റേ ഇൻഷുറൻസ് പോളിസി ഇല്ല എന്നതിൽ എഴുതിയിട്ടുണ്ട്. അക്സെപ്റ്റൻസ് ലെറ്ററും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ അത് ഓപ്ഷനിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി നമുക്ക് കൺട്രോൾ വീക്ക്നെസ് ആയിട്ട് പറയാമായിരുന്നു. അത് വാങ്ങിക്കാത്ത ഒരു വീക്ക്നെസ് ആണ്. പക്ഷേ ഇതിപ്പോൾ ആ ലിസ്റ്റ് തന്നേക്കുന്ന ലിസ്റ്റിൽ ഇല്ലാത്തതായിട്ട് സി ആണ്. 8C കഴിഞ്ഞല്ലേ? 9 ക്വസ്റ്റ്യൻ. ഓക്കെ, 8C അല്ല 9C. 9th ക്വസ്റ്റ്യൻ സി, 8th ക്വസ്റ്റ്യൻ ഡി ആണ് അല്ലേ? 8th ക്വസ്റ്റ്യൻ ഡി, 9C. ഓക്കെ, കുഴപ്പമില്ല. കേസ് സ്റ്റഡി 3 മൂന്നാമത്തെ കേസ്. അപ്പോൾ MTP 1 കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് MTP 2 ക്വസ്റ്റ്യൻസ് പോകുന്ന പോലെയാണ് തോന്നുന്നത്. MCQs വിൽ കം ടു ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ആഫ്റ്റർ ദാറ്റ്.
10ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഓഡിറ്റർ നോട്ടീസ് 35% ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽ. അപ്പോൾ ഇത് ഏത് കേസ് സ്റ്റഡിയാണ്? അടുത്ത കേസ് സ്റ്റഡി തുടങ്ങിയിരിക്കുകയാണ്. ത്രിമൂർത്തി ആൻഡ് കോ എന്നുള്ളൊരു CA ഫേമിൻ്റെ കഥ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഥയിലോട്ട് വരാം, അല്ലാണ്ട് വെറുതെ കഥ വായിച്ച സമയം കളയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഓഡിറ്റർ നോട്ടീസ് 35% ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽ വാല്യൂ വിത്ത് ഓൺലി 12% റൈസ് ഇൻ പ്രൊഡക്ഷൻ. ഇതാണ് മറ്റേ സ്റ്റോക്ക് കോമ്പോസിഷൻ അനാലിസിസ്. ഫിനിഷ് ഗുഡ്സിനകത്ത് എത്ര റോ മെറ്റീരിയൽ, സ്റ്റോക്ക് കൺസംഷൻ അനാലിസിസ്, എത്ര കൺസംഷൻ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുക. വിച്ച് ഓഡിറ്റ് പ്രൊസീജിയർ ഇസ് ബീങ് യൂസ്ഡ്? ഓക്കെ, ദ ആർ നോട്ട് ആസ്കിങ് ഫോർ മറ്റേ സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്ക് കോമ്പോസിഷൻ ആണോ കൺസംഷൻ ആണോ എന്ന് ചോദിക്കുന്നില്ല. അനലിറ്റിക്കൽ പ്രൊസീജിയർ ആണ് എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ തന്നെ ഇത് വലിയ കാര്യം. അൺഓതറൈസ്ഡ് ആക്സസ് ടു ദ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഇസ് വാട്ട് ടൈപ്പ് ഓഫ് റിസ്ക്? അതൊരു കൺട്രോൾ ഫെയിലിയർ ആണ്, കൺട്രോൾ റിസ്ക്. പ്രിപ്പയറിംഗ് എ വിഷ്വൽ ഡയഗ്രാം ഷോയിങ് ദ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻസ് ആൻഡ് ബാർകോഡ് ബേസ്ഡ് ഇഷ്യൂറൻസ് റെപ്രസെൻസ് വിച്ച് മെത്തേഡ് ഓഫ് ഇന്റർണൽ കൺട്രോൾ? ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള ഇന്റർണൽ കൺട്രോളിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞ് വിളിക്കുക. ന്യൂലി ക്വാളിഫൈഡ് ചാർട്ടർ അക്കൗണ്ടന്റ്, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് കേട്ടോ. CA Ria is handling an assignment where no specific ethical rule is prescribed. She decides to evaluate the situation based on her knowledge skill. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച് എന്ന് വിളിക്കുക. അതായത് സ്പെസിഫിക് ലേഡ് ഡൗൺ റൂൾസ് ഇല്ലാത്ത സമയങ്ങളിൽ ഇൻ ദ സ്പിരിറ്റ് ഓഫ് എത്തിക്സ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നു, അതിനാണ് പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ് വിളിക്കുക. An audit firm RST conducted the statutory audit of Blue Wing Traders, whatever. This client faced financial losses ഒക്കെ ഉണ്ട്, and management claimed that auditor was negligent. It was alleged that the auditor failed to exercise professional care. Also, they faced financial losses and they claimed that the auditor was negligent. Why? However, during the procedure, ഇത് കഥ വലിയ കഥയുണ്ട്, നമുക്കത് വേണമെങ്കിൽ മാത്രം നോക്കാം. What is the story? What is the question? In the above situation, which of the following best explains why audit program can help defend the auditor against allegation? അപ്പോൾ മാനേജ്മെന്റ് ഇവിടെ എന്തൊക്കെ അലിഗേഷൻസ് ഉണ്ട്, സ്ഥാപനത്തിൽ ലോസ് സംഭവിച്ചതും സ്ഥാപനത്തിൽ ഫ്രോഡ് സംഭവിച്ചതും എല്ലാം ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് മാനേജ്മെന്റ് അലിഗേഷൻ. വി നോ ഇറ്റ് ഹസ് ബ്ലണ്ടർ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്ലെയിൻസ് വൈ ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ആവശ്യകത? ഓഡിറ്റ് പ്രോഗ്രാം ക്യാൻ ഹെൽപ്പ് ടു ഡിഫെൻഡ് ദി ഓഡിറ്റർ അഗെയിൻസ്റ്റ് അലിഗേഷൻസ് ഓഫ് നെഗ്ലിജൻസ്. നമ്മൾ പ്രൊഫഷണൽ നെഗ്ലിജൻസ് ഉണ്ടാക്കി എന്ന് ക്ലയന്റ് ആരോപിച്ചാൽ ദ പ്രൂഫ് ദാറ്റ് ദി ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ആസ് പെർ SA, ആ പ്രൂഫായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ പറയുന്ന ഓഡിറ്റ് പ്രോഗ്രാംസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ പോയിന്റ് ഇതിൽ ഏത് ഓപ്ഷനിലാണ് വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് വൈ ഓഡിറ്റ് പ്രോഗ്രാം ഇസ് റിക്വയർഡ്? Properly drawn up program provides documentary proof that the auditor planned and executed the procedures with reasonable skill and thereby supporting his defense against charge. ഇത് തന്നെയാണ് ആൻസർ എന്നാണ് തോന്നുന്നത്. ഓപ്ഷൻ A ടിക്ക് അടിക്കാം, ബാക്കി വായിച്ചു വെക്കാം. ഓഡിറ്റ് പ്രോഗ്രാം അലൗസ് ഓഡിറ്റർ ടു ഡിറ്റക്ട് ഓൾ ടൈപ്സ് ഓഫ് ഫ്രോഡ്. അങ്ങനൊന്നുമില്ല. എക്സിസ്റ്റൻസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ഗ്യാരണ്ടീസ് ദാറ്റ് നോ മിസ്റ്റേക്സ് വെയർ മെയ്ഡ്. ഇല്ല. ഓഡിറ്റ് പ്രോഗ്രാം ഷിഫ്റ്റ് ദി എൻ്റയർ റെസ്പോൺസിബിലിറ്റി ഫോർ നെഗ്ലിജൻസ് ടു ദ ക്ലയന്റ്. അങ്ങനൊന്നുമില്ല. ഓപ്ഷൻ A തന്നെയാണ് ആൻസർ. A തന്നെയാണ് അത് കറക്റ്റ് ആൻസർ വരുന്നത്. ബിക്കോസ് ഓഡിറ്റ് പ്രോഗ്രാം is an example of audit documentation. So audit documentation കിട്ടുന്ന അഡ്വാൻറ്റേജസ് എല്ലാം ഓഡിറ്റ് പ്രോഗ്രാമിലും കിട്ടും. നമ്മൾ ക്ലാസ്സിലും അത് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് വായിക്കുമ്പോൾ ഓഡിറ്റ് ഡോക്യുമെന്റേഷനിലത്തെ അഡ്വാൻറ്റേജിൻ്റെ സെയിം പോയിന്റ്സ് കോയിൻസൈഡ് ചെയ്ത് വരുന്നൊക്കെ നമ്മൾ കാണാറില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് JKL Industries Limited. Okay, what is the question? The auditor was required to determine the appropriate method and timing of communication. What communication? The auditor identified certain significant deficiencies in the internal control system. Senior management acknowledged these issues but suggested that oral briefing would be sufficient. ഓക്കെ, ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്ന് വാക്കാൽ പറഞ്ഞാൽ മതി എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. പക്ഷേ അതിൽ കാര്യമില്ല, നമുക്ക് അറിയാം SA 265 പ്രകാരം ഇൻ റൈറ്റിംഗ് ലെറ്റർ ഓഫ് വീക്ക്നെസ് ആയിട്ട് എഴുതി കൊടുക്കണം. MTP 1-ലും 265 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റൈറ്റിംഗ് ദ സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസീസ് ഇൻ ഇന്റർണൽ കൺട്രോൾ ടു TCWG ഓൺ എ ടൈംലി ബേസിസ് എന്നതാണ് കറക്റ്റ് ആൻസർ വരാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ B കഴിഞ്ഞു. നമ്മുടെ ദാറ്റ്സ് ഇറ്റ്. 15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. MTP 2-ലത്തെ കേസ് സ്റ്റഡി MCQs ഭയങ്കര സിമ്പിളാണ്. നൗ ലെറ്റ്സ് ഗോ ടു ദ തിയറി ക്വസ്റ്റൻസ്. തിയറി ക്വസ്റ്റൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റ് റിസ്ക്. എന്താണ് ഓഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ? എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ഇൻക്ലൂഡഡ് ആൻഡ് വാട്ട് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഓഡിറ്റ് റിസ്ക്. എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, രണ്ടും പറയണം. And state the basis on which assessment of risk is made. Okay, and assessment of risk is a matter of professional judgment. Explain how. Okay, so yes, first of all, what is audit risk? Audit risk is the risk of auditor expressing an inappropriate title opinion, especially when the FS are materially misstated.
അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം ഇതാണ്, എഫ് എസ് എൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് യു ഗിവിംഗ് എ റോങ് ഒപ്പീനിയൻ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഓഡിറ്റ് റിസ്ക്. അതേപോലെ പേഴ്സണൽ റിസ്കുകളും ബിസിനസ് റിസ്കുകളും, ഓഡിറ്ററിന്റെ റെപ്യൂട്ടേഷൻ പോകുമോ, ഓഡിറ്ററിന്റെ ഫീസ് കിട്ടാതിരിക്കോ, ദീസ് ആർ ഓൾ ബിസിനസ് റിസ്ക്. ഇതൊന്നും ഓഡിറ്റ് റിസ്ക് അല്ല. ഓഡിറ്റ് റിസ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ തെറ്റായിട്ടുള്ള ഒപ്പീനിയൻ പറയുമോ, എസ്പെഷ്യലി വെൻ ദി എഫ് എസ് എസ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ്. എഫ് എസ് മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കെ തെറ്റായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത് മാത്രമാണ് ഓഡിറ്റ് റിസ്കിന്റെ കാറ്റഗറി വരുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ഇൻക്ലൂഡഡ്, വാട്ട് ഇസ് നോട്ട് ഇൻക്ലൂഡഡ്, അതാണ് ആൻസർ. The assessment of auditors is considered a matter of judgment. Explain how auditors training. Yes, professional judgment എന്ന് വെച്ചാൽ എന്താണ്? Professional judgment is applying the audit procedures which is applicable in a specific situation based on the relevant knowledge, training, experience you have. അല്ലേ, ഒരു സി എ ആകുന്നത് വരെ നിങ്ങൾക്ക് എന്തെല്ലാം നോളജും എക്സ്പീരിയൻസും ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ടോ അതിനെല്ലാം യൂസ് ചെയ്തിട്ട് ആസ് പെർ ദ സർക്കംസ്റ്റൻസ് ഓഫ് ദ കേസ്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നീ ഒരു ഡിസിഷൻ എടുക്കുന്നതിനാണ് എന്ത് വിളിക്കുക, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുക. And audit risk and professional judgment is employed by the auditor in deciding about materiality levels, audit risk, in deciding the NTE of audit procedures, in deciding about the type of opinion to be expressed. ഇതിലെല്ലാം ജഡ്ജ്മെന്റ് ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഓഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം പറയണം. ഓഡിറ്റ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ദാറ്റ് ഓഡിറ്റർ ഗിവ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ആണെന്ന് പറയുന്നുണ്ട്. ഓഡിറ്റ് റിസ്ക് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ROMM ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. ആ പോയിന്റ് പറയാം. ഓഡിറ്റ് റിസ്ക് ഇസ് എ ടെക്നിക്കൽ വേർഡ്. ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു ഓഡിറ്ററിൻ്റെ ബിസിനസ് റിസ്ക്കും പേഴ്സണൽ റിസ്ക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓഡിറ്റ് റിസ്ക് ഓൾസോ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ റിസ്ക് ഓഫ് ഗിവിംഗ് എ റോങ് ഒപ്പീനിയൻ വെൻ ദി എഫ് എസ് ഇസ് നോട്ട് മെറ്റീരിയൽ മിസ്റ്റേഡ്. എഫ് എസ് എൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഇല്ലാത്ത സമയത്ത് നമ്മൾ പറയുന്നതും ഓഡിറ്റ് റിസ്ക് അല്ല. ആൻഡ് ഓഡിറ്റ് റിസ്ക് ഇസ് അസസ്മെന്റ് ഓഫ് റിസ്ക് ഇസ് എ മാറ്റർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റ് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ബിക്കോസ് നമുക്ക് കിട്ടിയിട്ടുള്ള നോളജും ട്രെയിനിങ്ങും എക്സ്പീരിയൻസും അനുസരിച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിനെയാണ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ യെസ്, കുഴപ്പമില്ല, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എഴുതാൻ പറ്റുന്ന എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഏരിയ ഒരു ക്വസ്റ്റൻ ആണത്. 1B. What is the question? Management states that management അവകാശപ്പെടുന്നു all the RP transactions has been properly identified. So what should we do? Explain ചെയ്യണം. SA 550 പ്രകാരം explain what are the enquiries that the auditor should make of the management and the additional procedures to be performed in relation to RP transactions and RP. Okay, letter parties-നെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്തെല്ലാം എൻക്വയറീസ് ചെയ്യണം എന്നാണ് ഇവിടുത്തെ ചോദ്യം. വാട്ട് ആർ ദി എൻക്വയറീസ് വി ഹാവ് ടു മേക്ക്? ഒരു സെക്കൻഡ്, ജസ്റ്റ് ലെറ്റ് മീ ഒരു കാര്യം ചെയ്തോട്ടെ. ഓക്കെ, യെസ്. സോ വാട്ട് ആർ ദി എൻക്വയറീസ്? നമുക്ക് SA 550 ലെറ്റർ പാർട്ടി ട്രാൻസാക്ഷൻസിനെ സംബന്ധിക്കുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ഒരു ക്വസ്റ്റൻ SA ബേസ് ക്വസ്റ്റൻ. അപ്പോൾ SA ബേസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇവരുടെ ആൻസേഴ്സ് നേരെ ടു ദ പോയിന്റ് പോയിരിക്കുക. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യാം. SA ബേസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദി SA. ആസ് പെർ SA 550 ഓൺ ലെറ്റർ പാർട്ടി ട്രാൻസാക്ഷൻസ്, ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് വെദർ all the RP transactions has been properly disclosed in the client's FS as per AFRF. And irrespective of the fact that the AFRF requires any RP disclosures or not, we have to also identify whether there is any fraud risk factors in the RP transaction. Also, an auditor has to respond against these situations. That is the objective. RP ആരാന്ന് ഡിഫൈൻ ചെയ്യേണ്ടതില്ല, ബട്ട് നേരെ ഒബ്ജക്റ്റീവ് ചെയ്തതിനു ശേഷം ഫോളോയിങ് ആർ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഫോളോയിങ് ആർ ദി എൻക്വയറീസ്. ഓഡിറ്റ് RP ട്രാൻസാക്ഷൻസിനെ മനസ്സിലാക്കാനായിട്ട് ഒരു സെറ്റ് ഓഫ് ഇൻസ്പെക്ഷനും 2 സെറ്റ് ഓഫ് എൻക്വയറീസുമാണ് SA 550 പറയുന്നത്. ഇവിടെ എൻക്വയറീസ് മാത്രമായിട്ട് ചോദിച്ചേക്കുന്നത്. സോ വി ഹാവ് ടു മേക്ക് എൻക്വയറീസ് വിത്ത് ദ മാനേജ്മെന്റ് ആൻഡ് TCology. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ടു ഐഡന്റിഫൈ ഓൾ ദി RP ട്രാൻസാക്ഷൻസ് ഇൻ ദ ഗിവൺ ഇയർ, ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ദം, ദ ഡിഗ്രി ഓഫ് ഇന്ററാക്ഷൻ ആൻഡ് ദി എമൗണ്ട് ഇൻവോൾവ് എക്സെട്ര വിത്ത് ദീസ് RP ട്രാൻസാക്ഷൻസ്. മാനേജ്മെന്റ് ചോദിക്കാം. ഓൾസോ വി ക്യാൻ മേക്ക് എൻക്വയറീസ്, സെക്കൻഡ് സെറ്റ് ഓഫ് എൻക്വയറി വിത്ത് ദ മാനേജ്മെന്റ് ആസ് വെൽ ആസ് അതേഴ്സ് വിത്തിൻ ദി എൻറ്റിറ്റി. ഇന്റേണൽ ഓഡിറ്റേഴ്സും സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ നമുക്ക് എൻക്വയറി നടത്താം. 3 കാര്യങ്ങൾ: whether there is proper systems in the entity to identify all the RP transaction, whether there is proper systems and controls in the entity to authorize and approve the RP transaction, also whether there are any systems and procedures in the entity that helps to authorize and approve the transactions happening outside the course of normal business. ഇതാണ് സെറ്റ് ഓഫ് എൻക്വയറീസ്. SA 550 ഡയറക്റ്റ് വരുന്ന തിയറിയാണ്. ഇതിലൊന്നും വേറെ കൺസെപ്റ്റ് ഇല്ല. കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺസെപ്റ്റാണ്, ബട്ട് സ്ട്രേറ്റ് തിയറി. ഇത് മറ്റേ ജനറൽ ക്വസ്റ്റൻ അല്ല. നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് SA 550 ഇന്ന കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്, അതാണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുന്ന തിയറിയാണ്. സോ അതിൽ തന്നെ ആ 2 സെറ്റ് ഓഫ് എൻക്വയറി അവർ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻ്റ് അടുത്ത് നമ്മൾ ആദ്യം ഐഡന്റിറ്റി ഓഫ് ദി ലെറ്റർ പാർട്ടി ചോദിക്കുന്നുണ്ട്, നേച്ചർ റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്,
പിന്നെ ട്രാൻസാക്ഷൻസും ഡിഗ്രി ഓഫ് ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻസ് എല്ലാം ചോദിക്കുന്നു. അതിനുശേഷം വി ഷുഡ് ഓൾസോ എൻക്വയർ വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് അതേഴ്സ് വിത്തിൻ ദ എൻറ്റിറ്റി whether there are any controls to identify, account and disclose the RP transaction, to authorize and approve the RP transaction, authorize approve transactions outside the normal course of business. That question. 1C. During audit planning, engagement partner emphasizes the importance of identifying the characteristics of the engagement, defining the scope while establishing the strategy. Okay. Audit strategy develop ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം there is this point. Audit strategy develop ചെയ്യാനായിട്ട് basically 5 points ആണ്. We have to identify the characteristics of the engagement, ascertain the reporting of duties including the nature of communication that is required, consider the factors that are required to direct the engagement team's effort, check the result of the previous step, PEA, and finally ascertain the NTE of resources. 5 point ആണ് സ്ട്രാറ്റജിയുടെ മെയിൻ പോയിന്റ്സ് എന്ന് പറയാറുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഐഡന്റിഫൈങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ്. അതിന് വേണ്ടിയിട്ട് എന്താണ് എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ വേറൊരു വകഭേദം നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? ക്ലാസ് 8 പിള്ളേർക്ക് അറിയുന്നുണ്ടാവും. Jan 25 ക്വസ്റ്റ്യൻ പേപ്പർ. ഡു യു റിമെമ്പർ? Jan 25 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ, ഇത് Jan 25 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മറ്റേ ഡിസ്ക്രിപ്റ്റീവിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് റെഗുലേറ്ററി അതോറിറ്റി, നിൻ്റെ ക്ലയൻറ്റ് ഏതോ ഒരു ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്, അവർക്ക് എന്തോ ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ റെഗുലേറ്ററി അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ 3+2 5 മാർക്സിന് Jan 25 വന്നിട്ടുണ്ടായിരുന്നു. അതും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഓർമ്മ വരിക. കാരണം ഈ രീതിയിൽ ഈ ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്തൊക്കെയാ ഇൻ ഡെവലപ്പിംഗ് ദി ഓഡിറ്റ് സ്ട്രാറ്റജി 5 ഫാക്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് ഇൻ ഐഡന്റിഫൈങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 4 കാര്യങ്ങൾ. സിമ്പിളായിട്ടുള്ള കാര്യം, ആ ക്ലയൻറ്റിൻ്റെ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്താണ്, അവരുടെ നേച്ചർ ഓഫ് ബിസിനസ് സെഗ്മെന്റ് എന്താണ്, ഇൻഡസ്ട്രി സ്പെസിഫിക് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ആൻഡ് ദ എക്സ്പെക്ടഡ് യൂസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഓഫ് ദ പ്രീവിയസ് ഓഡിറ്റ്. 4 പോയിന്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ഡിറ്റോ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് പല കുട്ടികളും പഠിച്ച് ഓർത്ത് വെക്കുന്നതാണ്. പക്ഷേ Jan 25 ആ ക്വസ്റ്റ്യൻ ഉള്ളൂ. ദാറ്റ് ഇസ് എ ബെഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻ. ഈ ഇൻഡസ്ട്രി സ്പെസിഫിക് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റിനെ അവർ കേസ് സ്റ്റഡിയിൽ ഇട്ടിട്ട് അത് അങ്ങനെ ഈ ഒരു റെഗുലേറ്റർ ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത് സ്ട്രാറ്റജിയിലത്തെ ഏത് പോയിന്റിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ റിവേഴ്സ് ആസ്പെക്റ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ സംഭവം. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയുക, ഇതിപ്പോൾ ഇവിടെ MTP2 സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദിച്ചു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ് എന്ന്. മറ്റേ ലെവലിൽ വരെയും കയറി ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ABC കഴിഞ്ഞല്ലേ, പെട്ടെന്ന് തീർന്നല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിതം എൻ്റർപ്രൈസസ് എ ട്രേഡിംഗ് ഫേം. ഓക്കെ, ട്രേഡ് പേയബിൾസ് ആൻഡ് അതർ കറണ്ട് ലയബിലിറ്റീസ് കാണിച്ചിട്ടുണ്ട്. സോ വാട്ട് ഷുഡ് വി ഡു ആസ് എൻ ഓഡിറ്റർ? എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യു വുഡ് പെർഫോം ടു എസ്റ്റാബ്ലിഷ് ദ എക്സിസ്റ്റൻസ് ഓഫ് ട്രേഡ് പേയബിൾസ്. ഓക്കെ, ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ട്രേഡ് പേയബിൾസിൻ്റെ എക്സിസ്റ്റൻസിനെ കൺഫേം ചെയ്യാനായിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇത് ഏത് ചാപ്റ്ററാണ്? ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ എന്നാണ് ഇത് വരുന്നത്. ആൻഡ് ആസ് ഓൾവേസ് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിൻ്റെ സ്റ്റഡി ടിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യാന്ന് എല്ലാ RTP NTP വീഡിയോയിലും ഞാനിത് പറയുന്നുണ്ട്. സോ ദാറ്റ് നോൺ ഓഫ് യു മിസ്സസ് ഇറ്റ്. ഇത് ആരും മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ വീണ്ടും എക്സെപ്റ്റ് ചെയ്ത് പറയുന്നത്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഇത് ഈ ബാലൻസ് ഷീറ്റ് ഐറ്റംസും P&L ഐറ്റംസും ഒരു 15 പഠിക്കാനുണ്ട് ആ ചാപ്റ്ററിൽ. അതിൽ ആദ്യത്തെ 10 ഈ അസേർഷൻസ് ഓരോന്നായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ എഴുതി പോയിട്ടുണ്ട്. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, വാല്യുവേഷൻ. ഇതാണ് ഏറ്റവും കൂടുതൽ എക്സാമിൽ ചോദിക്കുന്നത്. ഇൻവെൻട്രി പോലത്തെ ഐറ്റത്തിൻ്റെ കംപ്ലീറ്റ്നെസ്സും നോക്കി വെച്ചോളൂ. ഇത്തവണ MTP1 അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അസേർഷൻസ് ഈ 10 ഐറ്റത്തിനും, ആ ചാപ്റ്ററിലെ ഓരോ ഐറ്റത്തിനും ഈ അസേർഷൻസിൻ്റെ ഒരു 4 പോയിന്റ് വെച്ചിട്ടെങ്കിലും റെഡിയാക്കി വെക്കണം. ഏത് ചോദിക്കുന്ന അറിയത്തില്ല. സോ ഏത് ചോദിച്ചാലും മിനിമം ഒരു 4 പോയിന്റ്, ഇഷ്ടമുള്ള 4 പോയിന്റ് പഠിച്ച് വെക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ലാസ്സിൽ. നമ്മൾ ക്ലാസ്സിൽ ജസ്റ്റ് മാർക്കൊക്കെ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കുട്ടി പോയിന്റ്സ് ആയിട്ട് ബ്രീഫായിട്ട് ഓൺവേർഡ്സ് എഴുതിയാലും കുഴപ്പമില്ല. ആ പോയിന്റ് ആണെന്ന് ഏതാണ്ട് ഒരു സാദൃശ്യം വന്നാൽ മാത്രം മതി. അല്ലാണ്ട് ഫുൾ മഗപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന്, സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട ഒരു എഫേർട്ടാണ് ഈ ഒരു ചാപ്റ്ററിലത്തെ ക്വസ്റ്റൻസ്. കണ്ടില്ല, 5 മാർക്കിനാണ് MTP ഇവിടെ വന്നേക്കുന്നത്. സോ യെസ്, ട്രേഡ് പേയബിൾസിൻ്റെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിനകത്ത് പേജ് നമ്പർ 5.72 അത് പറയുന്നുണ്ട്. എക്സിസ്റ്റൻസ് മനസ്സിലാക്കാൻ ചെക്ക് വെദർ ദർ ആർ പ്രോപ്പർ കൺട്രോൾസ് ഇൻ പ്ലേസ് ടു എൻഷുർ ദാറ്റ് പർച്ചേസസ് ആർ നോട്ട് റെക്കോർഡഡ് മോർ ദാൻ വൺസ്. ഒറ്റ തവണ മാത്രം എഴുതിയാൽ മതി. ഓർ യു ക്യാൻ ജസ്റ്റ് ട്രൈ
റൈറ്റ് ലൈക്ക് ദിസ്. ചെക്ക് വെദർ ദർ ആർ പ്രോപ്പർ കൺട്രോൾസ് ടു എൻഷുർ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ആർ നോട്ട് ദർ. അങ്ങനെ എഴുതിയാലും മതി. സിംപ്ലിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ് എഴുതാം. വലിയ സെൻറ്റൻസ് ആക്കണ്ട, ടു ദ പോയിന്റ് 1 ലൈൻ സെൻറ്റൻസ് പോലെ എഴുതിയ അങ്ങനെ റെഡിയാക്കി വെക്കുക. ഒബ്റ്റെയിൻ അക്കൗണ്ട്സ് പേയബിൾ ഏജിംഗ് റിപ്പോർട്ട് ടു കൺഫേം ദ വാല്യൂ. ഓക്കെ, ആ അമൗണ്ടിൻ്റെ ആക്യുറസി കൺഫേം ചെയ്യുക. ഓൾദോ എക്സിസ്റ്റൻസ് ആണെങ്കിലും ഏജിംഗ് റിപ്പോർട്ടുകൾ പൊതുവെ വാലുവേഷൻ ആക്യുറസി ആസ്പെക്റ്റിലാണ് പറയുക. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് സിംപ്ലിഫൈ ചെയ്ത് പഠിച്ചു വെക്കുക, ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ വി ക്യാൻ ഓൾസോ ഒബ്റ്റെയിൻ ഇൻഡിപെൻഡന്റ് ഡയറക്ട് കൺഫർമേഷൻ ഫ്രം ദ വെൻഡേഴ്സ്. ആർക്കൊക്കെയാണ് പൈസ കൊടുക്കേണ്ടത് ആ വെൻഡേഴ്സിൽ നിന്നും എക്സ്റ്റേണൽ കൺഫർമേഷൻ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ക്ലയൻറ്റ് ചെയ്യുക. പിന്നെ എക്സ്റ്റേണൽ കൺഫർമേഷനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വിട്. നമുക്ക് തൽക്കാലം ട്രേഡ് പേപ്പേഴ്സോട് തിരിച്ചു വരാം. കൺഫർമേഷൻ കൊടുത്തിട്ട് ആ കൺഫർമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുറേ ആസ്പെക്ട്. അത് SF505 കോൺട്രാക്ട് പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് അതെ ഇവിടുത്തെ 2 പോയിന്റ്. ഇഫ് ദർ ആർ എനി RP ട്രാൻസാക്ഷൻ റിലേറ്റഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ റിവ്യൂ അതിന് പ്രോപ്പർ ഓതറൈസേഷൻ കിട്ടിയിട്ട് തന്നെയാണോ അത്തരം പേയബിൾസ് സംഭവിച്ചേക്കുന്നത്. അതേപോലെ ട്രെൻഡ് അനാലിസിസ് ചെയ്തിട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രെൻഡ് ഓവർ ദി ഇയേഴ്സ് സംഭവിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ തന്നെയായിരിക്കും അതിൻ്റെയും ആൻസർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ചെക്ക് വെദർ ദർ ആർ കൺട്രോൾസ് ടു എൻഷുർ ദാറ്റ് പർച്ചേസ് എക്സ്പെൻസസ് ഡസ് നോട്ട് ഗെറ്റ് റെക്കോർഡഡ് മോർ ദാൻ വൺസ്. ഡ്യൂപ്ലിക്കേഷൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അക്കൗണ്ട്സ് പേയബിൾ ഏജിംഗ് റിപ്പോർട്ട് വാങ്ങിക്കുക. അതേപോലെ വെൻഡേഴ്സിൽ നിന്നും ബാലൻസ് കൺഫർമേഷൻ ഇൻഡിപെൻഡൻ്റ് വാങ്ങിക്കുക. RP ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഓതറൈസ് ചെയ്തിട്ടൊന്ന് വാങ്ങിക്കുക. ട്രെൻഡ് നോക്കുക. സെയിം പോയിന്റ്സ് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ 1 ലൈൻ സെൻറ്റൻസ് പോലെ എഴുതാൻ പറ്റിയിരുന്നാൽ മതി. സംഭവം പഠിക്കാൻ എളുപ്പമാണ്. ഒരു തവണ മെനക്കെട്ടിട്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ആ ചാപ്റ്റർ. വൺസ് യു ഹാവ് ദാറ്റ് ലിസ്റ്റ് ആൻഡ് ഗോ ടു ദ ക്വസ്റ്റൻസ് നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ഇതിപ്പോൾ ഏതാണ്ട് പറ്റുന്നുണ്ടല്ലോ ഓരോ ക്വസ്റ്റൻസ് പറയുന്നത്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നാലേ ഈ ചാപ്റ്ററിനോടുള്ള പേടി മാറത്തുള്ളൂ. സോ യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഓഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? The partners emphasize the importance of skepticism and identify any conditions indicating misstatement. Explain the purpose of engagement team discussion. ഓക്കെ, ബാങ്ക് ഓഡിറ്റിൽ പറയുന്നൊരു ചെറിയൊരു തിയറിയാണ്, ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സിൽ പറയുന്ന തിയറിയാണ്. ബാങ്ക് ഓഡിറ്റിൻ്റെ ചാപ്റ്റർ തന്നെ നമ്മുടെ മെറ്റീരിയൽ ഒരു 22 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് ഇട്ടേക്കുന്നത് അല്ലേ. ആ ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിനകത്ത് തുടക്കത്തിൽ ആദ്യത്തെ ഒരു 7ാമത്തെയോ 8ാമത്തെയോ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സംഭവമാണ് എൻഗേജ്മെൻറ്റ് ടീം ഡിസ്കഷൻ. അതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ. Engagement partner convened a meeting with the audit team to discuss several matters. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയൂ. ഓക്കെ, സോ എൻഗേജ്മെൻറ്റ് ടീം ഡിസ്കഷൻ നമ്മുടെ മെറ്റീരിയൽ, ഐ വിൽ ജസ്റ്റ് ഷോ യു ദാറ്റ് പോർഷൻ. നമ്മുടെ ഇന്ന് ഞാൻ മെറ്റീരിയൽ കാണിച്ചില്ലല്ലോ. ബാങ്ക് ഓഡിറ്റ് എടുക്കണം. ബാങ്ക് ഓഡിറ്റിൽ ജസ്റ്റ് എ സെക്കൻഡ്. ബാങ്ക് ഓഡിറ്റ് ഓക്കെ കണ്ടോ, ക്വസ്റ്റൻ ആൻസർ ഫോർമാറ്റിൽ നമ്മുടെ കണ്ടന്റ് ഉണ്ട്. അതിൽ ഈ എൻഗേജ്മെന്റ് ടീം ഡിസ്കഷൻ 4ാമത്തെ ക്വസ്റ്റൻ ആണ്, 7ഒന്നുമല്ല. എൻഗേജ്മെന്റ് ടീം ഡിസ്കഷൻ ഇസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എനി ഓഡിറ്റ്. ഓർഡിനറിലി ഇറ്റ് ഇസ് ഡൺ അറ്റ് ദ പ്ലാനിംഗ് സ്റ്റേജ്. എൻഗേജ്മെന്റ് ടീം ഡിസ്കഷൻ ഇൻക്ലൂഡ് എ ഡിസ്കഷൻ ഓഫ് ദ ഫോളോയിങ് മാറ്റേഴ്സ്. എറേഴ്സ് ദാറ്റ് ആർ ലൈക്ലി ടു ഹാപ്പൻ, പ്രീവിയസ് ഇയേഴ്സ് എന്തൊക്കെ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് RBI സർക്കുലേഴ്സ് എന്തൊക്കെയാണ്, എത്രമാത്രം സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഫ്രോഡ് സംഭവിച്ചാൽ അതിനെതിരെ എന്ത് റെസ്പോൺസാണ് എടുക്കേണ്ടത് ഇവിടെ, അതെല്ലാം എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഒരു ബാങ്ക് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് ആ ചാപ്റ്റർ പറയുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണം, നമുക്ക് എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ പ്രോപ്പറായിട്ട് ഡയറക്ഷൻ സൂപ്പർവിഷൻ റിവ്യൂ, നേച്ചർ ടൈമിംഗ്, എക്സ്റ്റെൻഡ് ഓഫ് ഡയറക്ഷൻസ് ഇതെല്ലാം തീരുമാനിക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ എക്സ്പേർട്ടിൻ്റെ വർക്ക് വല്ലതും ഇൻവോൾവ് ചെയ്യണോ എന്ന് അറിയാൻ എളുപ്പമായിരിക്കും. അതേപോലെ ഫ്രോഡിനെതിരെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ദാറ്റ് ഇസ് ഇറ്റ്. ഈ ഒരു 4th ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇത് ഇപ്പോൾ നമ്മുടെ Jan 26 MTPയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി September 24 ശേഷം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാനത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് തന്നിട്ടില്ല. റീസെൻ്റ്ലി വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കണ്ടേനെ, അതില്ല. അപ്പോൾ യെസ്, ഇതൊന്നും നോക്കി വെച്ചോളൂ. ബാങ്ക് ഓഡിറ്റിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ MTP1 MTP2 ഐ ഡോണ്ട് റിമെമ്പർ RTP വാട്ട് ഹാപ്പൻ. ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിന് ഇത്തവണ ഒരു യൂഷ്വൽ ട്രെൻഡ് പിടിച്ച് മാറ്റിയിട്ട് ആ ഡ്രോയിങ് പവറിൻ്റെ കമ്പ്യൂട്ടേഷൻ അതൊക്കെയാണ് സ്ഥിരം ചോദിക്കുക. NPA ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രൊവിഷൻസ് കമ്പ്യൂട്ട് ചെയ്യുക. കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ 2026 ട്രെൻഡ് മാറ്റി പിടിക്കാമെന്ന് നടത്തില്ല. അവർ MTP1 MTP2 ഫുള്ള് ബാങ്ക് ഓഡിറ്റിനൊക്കെ മറ്റ് തിയറി ടോപ്പിക്സാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ MTP2 എൻഗേജ്മെൻറ്റ് ടീം ഡിസ്കഷൻ്റെ ഒക്കെ ടോപ്പിക്ക് ചോദിക്കുകയാണ്. MTP1 ബാങ്ക് ഓഡിറ്റിന് ഏത് ക്വസ്റ്റ്യനാണ് വന്നത് എന്ന് എനിക്ക് ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അസറ്റിൻ്റെ സെക്യൂരിറ്റി വാല്യൂ ഇറോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ ലോസ് കിട്ടി, പക്ഷേ അവർ ഡൗട്ട്ഫുൾ നിട്ടു. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
അപ്പോൾ യെസ്, ടിപ്പിക്കൽ ചോദിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ബാങ്ക് ഓഡിറ്റിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് us go to the next question. Let us not waste time. Time is very precious. നിങ്ങൾക്കും എനിക്കും. സോ എൻഗേജ്മെൻറ്റും ഡിസ്കഷൻസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, അതിൻ്റെ മെത്തേഡ്സ്. ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. 6 പോയിന്റാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ എത്ര പോയിന്റ്സ് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് തന്നിട്ടില്ലോ അത് എഴുതിയാൽ മതി. അത് തന്നെയാണ് എറേഴ്സ് ദാറ്റ് ആർ ലൈക്ലി ടു ഒക്കർ, പ്രീവിയസിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ബാങ്ക് പേഴ്സണൽ ഫ്രോഡ് പെർപെട്രേറ്റ് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സെയിം തിങ് എന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 2C. Why is it important to document the changes made to strategy and plan? See guys, do you notice something? ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാനിപ്പോൾ RTP NTP നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, ഐ എം നോട്ട് പ്രിറ്റൻഡിങ് ടു റീഡ് ദിസ് ക്വസ്റ്റ്യൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടല്ല, ഞാൻ എന്തായാലും എന്താണ് ഒരു തവണയെങ്കിലും ആ ക്വസ്റ്റ്യൻ നോക്കി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് എന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ക്യാമറ ഫ്രണ്ടിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വെറുതെ വന്നിരുന്നിട്ട് അയ്യോ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും ആരും വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലും ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. എന്നാലും ഐ വോണ്ട് യു ടു നോട്ടീസ് വൺ തിങ്. സി, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കോൺഫിഡൻ്റ്ലി എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ എൻഡ് പോർഷനിലോട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഈ തോന്നണ്ട, ഇയാൾ ക്വസ്റ്റ്യൻ നേരത്തെ വായിച്ചുകൊണ്ടല്ലേ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫുൾ വായിക്കാത്തത്, സാറെന്താ ക്വസ്റ്റ്യൻസ് ഫുൾ വായിക്കാത്തത്. സി പിള്ളേരെ, നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് അറിയാം, ഒരു ഐഡിയ ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. ക്വസ്റ്റ്യൻസിൽ ഫുൾ കഥ വായിക്കണ്ട. നിങ്ങൾ അത് ടൈം മാനേജ്മെൻറ്റിൽ ഒരുപാട് സഹായിക്കും. നിങ്ങൾ എസ്പെഷ്യലി ഉണ്ടല്ലോ ICAയുടെ, ഞാൻ വളരെ ഫ്രാങ്കായിട്ട് കാര്യം പറയാം. ക്ലാസ്സിൽ നമ്മൾ പല ബാച്ചസ് ആയിട്ട് പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് എവ്രി വൺ ഈസ് ആക്ച്വലി വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ വലിയ ഫ്ലുവൻസി ഒന്നും നമ്മുടെ പിള്ളേർക്ക് ആക്ച്വലി ഇല്ല. ദാറ്റ്സ് എ ട്രൂത്ത്, ദാറ്റ്സ് എ സാഡ് ട്രൂത്ത്. യു ഹാവ് ടു ഇംപ്രൂവ് ഇൻ ദാറ്റ് ഫാക്ട്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം, അത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ കുറച്ചൊന്ന് ഒരു അഡ്വാൻസ് ലെവലിലും തിരിച്ചും മറിച്ചൊക്കെ ഒരു ലാംഗ്വേജ് പോയി കഴിഞ്ഞാൽ I found that many students find difficulty in ആ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ ഹിന്ദി മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം. തമിഴ് വേദം തൊമ്മൻ ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മളെല്ലാവരും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, ഇപ്പോൾ ഇഫ് യു ആർ സ്ട്രോങ് ഇൻ ഇംഗ്ലീഷ് ഗുഡ്, ബട്ട് ദ പ്രോബ്ലം ഈസ് പല കുട്ടികൾക്കും ഐ സീൻ ദാറ്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാണ്ടുള്ള കോൺഫിഡൻസ് പോകും. ആൻഡ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റിലൊന്നും സത്യം പറഞ്ഞ ഒരു കുന്തവും ഇല്ല. ഇതിൽ പ്രത്യേകിച്ച് ആൻസർ ചെയ്യാൻ ഈ ക്വസ്റ്റിൻ്റെ മാർക്ക് കിട്ടാനായിട്ട് ഇപ്പോൾ ഈ തുടക്കത്തിലെ കഥാസംഹാരങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഓൾറെഡി വായിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ നേരെ ക്വസ്റ്റിൻ്റെ എൻഡ് പോർഷനിലോട്ട് വരും. കേസ് സ്റ്റഡീസിൽ എന്തിന് കേസ് വായിച്ച സമയം കളയേണ്ടെന്ന് പറയുന്നു, ടൈം ലാഭിക്കാനായിട്ട്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിലും നീ ആദ്യം എപ്പോഴും ആ എൻഡ് പോർഷനിലോട്ട് വാ, അവിടെ ഉണ്ടാവും ആ ക്വസ്റ്റിൻ്റെ ആത്മാവ്. അത് വായിച്ചിട്ടൊന്നും മനസ്സിലാവാതിരുന്നാൽ മാത്രം എന്തോ സംഭവം എന്ന് കഥ വായിച്ചിരുന്നാൽ മതി. കാരണം എന്താ അറിയോ, ഈ കഥ വായിക്കുന്ന ട്രെൻഡ് ഒന്ന് സമയം വേസ്റ്റാണ്, രണ്ട് ഇവർ ചുമ്മാ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്തോ ഔട്ട് ഓഫ് ദ സിലബസ് യമണ്ടൻ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചിട്ട് ആ ഫസ്റ്റ് പാരഗ്രാഫുകളുടെയൊക്കെ അവരുടെ റിട്ടോറിക്സ് കണ്ടിട്ട് പേടിച്ചിട്ട് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിനക്ക് ചിലപ്പോൾ കത്തത്തില്ല. അതിലും ഭേദം എന്താണ്, ആദ്യമേ ലാസ്റ്റിലോട്ട് വരിക, ആ ക്വസ്റ്റ്യൻ അങ്ങ് നേരെ കാണാൻ വേണ്ടി പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ 2C, കിരൺ അനുപം അസോസിയേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആർ അപ്പോയിന്റഡ് ഫോർ ദിസ് ഫിനാൻഷ്യൽ ഇയർ. എന്തോ ആയിക്കോട്ടെ, വാട്ട് ഈസ് ഹാപ്പനിങ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഈ വിടുന്നത് എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ കീ എലമെന്റ്സ്, that is required to be documented relating to planning. Planning document ചെയ്യണം അറിയാം. പ്ലാനിങ് പ്രോസസ്സിലത്തെ സ്ട്രാറ്റജിയും പ്ലാനും ചേഞ്ചസ് മെയ്ഡ് ടു സ്ട്രാറ്റജിയും പ്ലാനും എല്ലാം ഡോക്യുമെന്റ് ചെയ്യണം. വാട്ട് ഇസ് റെക്കോർഡഡ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഡോക്യുമെന്റ് ചേഞ്ചസ് മെയ്ഡ് ടു സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ. കാരണം എനി ചേഞ്ചസ് മെയ്ഡ് ടു പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയും പ്ലാനും എന്തുവാ, ദേ ആർ നോട്ട് ഡിസ്ക്രീറ്റ് ആക്ടിവിറ്റീസ് ബട്ട് റാദർ ഡിസ്ക്രീറ്റും സീക്വൻഷ്യലും പ്രോസസ്സും അല്ല, റാദർ interrelated and consequential process ആണ്. ചേഞ്ചസ് ഇൻ വൺ ലീഡ് ടു ചേഞ്ചസ് ഇൻ അതർ. സോ ഒബ്വിയസ്ലി വി ഹാവ് ടു ഡോക്യുമെന്റ് എന്താണ് സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ, ഇനി ചേഞ്ചസ് ഡോക്യുമെന്റ് ചെയ്യണം. അങ്ങനെ ചേഞ്ചസ് ഡോക്യുമെന്റ് ചെയ്താൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ പ്ലാൻ മാറുന്നത്. സ്ട്രാറ്റജി വിൽ ഹെൽപ്പ് ടു ടെൽ us, strategy is all about the nature, timing, direction of the audit, and plan is about the nature, timing, extent of the procedures you will do. അപ്പോൾ ഈ സ്ട്രാറ്റജിയും പ്ലാനും മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സിൻ്റെ എക്സ്റ്റെൻറ്റും മാറും. സോ ഓൺലി ഇഫ് യു ഡോക്യുമെൻ്റ് ഓൾ ദീസ് ചേഞ്ചസ്, ആ ചേഞ്ചിന് എന്തുകൊണ്ട് ചേഞ്ച് ചെയ്തു, അതിനുശേഷം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി പ്രൊസീജിയേഴ്സിൽ എന്ന് എഴുതിയാലേ വൈ ഡിഡ് ദി ഓഡിറ്റർ പെർഫോം സർട്ടൻ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. ഇഫ് യു ആർ ഒരു ഫ്യൂച്ചർ റെഫറൻസ് നോക്കുന്ന സമയത്ത് വൈ ഡിഡ് ദി ഓഡിറ്റർ ഡു
എ സർട്ടൺ പ്രൊസീജിയർ ആൻഡ് നോട്ട് ഡു ദി അതർ പ്രൊസീജിയർ. എന്തുകൊണ്ട് ചില പ്രൊസീജിയേഴ്സ് കൂടുതൽ ചെയ്തു, അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആ സ്ട്രാറ്റജിയിലത്തെയും പ്ലാനിലത്തെയൊക്കെ ചേഞ്ചസും ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ പോലെ പറയാം. ദി ഓഡിറ്റർ ഷാൽ ഡോക്യുമെന്റ് എന്താണ് സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ, ആൻഡ് എനി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് ഫോർ ദ പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി. ഡോക്യുമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജിയും പ്ലാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Documentation of the strategy is a record of the decisions to properly plan the audit. Documentation of plan will help to understand the NTE of the procedures you will do. It also serves as a record of the proper planning. Proper ആയിട്ട് എസ് ചെയ്യണ പ്രകാരം വർക്ക് പ്ലാൻ ചെയ്തിട്ടാണ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് പെർഫോം ദി ഓഡിറ്റ് ആസ് പെർ ദ പ്രൊഫഷണൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. യു ഹാവ് പ്രോപ്പർലി പ്ലാൻഡ് ഇറ്റ് എന്നുള്ളതിൻ്റെയും തെളിവാണ് ഇത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഓൾസോ എ റെക്കോർഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു ദ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ ആൻഡ് ദ റിസൾട്ടിംഗ് ചേഞ്ചസ് ടു ദ പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഡോക്യുമെൻറ്റഡ് ആൻഡ് ബിക്കോസ് ഇറ്റ് വിൽ എക്സ്പ്ലെയിൻ വൈ ദ ചേഞ്ചസ് വെയർ മെയ്ഡ്. എന്തുകൊണ്ട് നമ്മൾ ചില പ്രൊസീജിയേഴ്സ് ചേഞ്ച് ചെയ്തു എന്നതിൻ്റെയൊക്കെ റീസൺസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം. ഒരു ജനറൽ ക്വസ്റ്റ്യൻ പോലെയാണ് ഇത് പോയേക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓഡിറ്റ് പ്ലാനിന് ശേഷം ഡോക്യുമെൻറ്റേഷൻ ഓഫ് പ്ലാൻ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതിൽ പറയുന്നുണ്ട് സ്ട്രാറ്റജിയും പ്ലാനും അതിൽ വരുന്ന ചേഞ്ചസും എല്ലാം എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. എന്തിനാണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്? ബിക്കോസ് സ്ട്രാറ്റജിയിൽ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നു, മറ്റേ മാസ്റ്റർ സെൻറ്റൻസ് എഴുതാം. നേച്ചർ, ടൈമിംഗ്, ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ് മനസ്സിലാക്കാനും എങ്ങനെ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കാനും സ്ട്രാറ്റജി ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതിൽ എന്തുകൊണ്ടൊക്കെ മാറ്റം വന്നത് മനസ്സിലാക്കാൻ പ്ലാൻ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ഹാസ് ടു ബി ഡോക്യുമെൻ്റ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ്. ഓക്കെ, സോ യെസ്, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3, തേർഡ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഇനി പോകാം. ദി ഓഡിറ്റർ ഓഫ് എ company is planning to use inspection as an audit procedure to achieve the various objectives. Discuss inspection, that is the question. Inspection എന്നുള്ള ടെക്നിക്കിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ആസ് പെർ SA 500, ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് affecting the various degrees of reliability of audit evidence obtained through inspection and provide an example of how inspection can be applied as a test of controls. Also, the auditor wants to determine which assertions reliably addressed when a tangible asset is inspected and which 2 assertions are not necessarily addressed. Okay, so SA 500 ഇൻസ്പെക്ഷൻ എന്നുള്ള ടെക്നിക്കിനെ പറ്റിയിട്ടുള്ള തിയറിയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം SA 500 ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് 7 ടെക്നിക്സ് ഉണ്ട്. എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റീകാൽക്കുലേഷൻ, റീപെർഫോമൻസ്, എക്സ്റ്റേണൽ കൺഫർമേഷൻസ് ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇതിൽ ഇൻസ്പെക്ഷൻ എന്ന ടെക്നിക്കിന്റെ പ്രത്യേകത എന്താണ്? ഇൻസ്പെക്ഷൻ യൂഷ്വലി ഇറ്റ് ഇൻവോൾവ്സ് 2 things. Inspection generally refers to auditor examining the documents. Documentary examinations ആണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുക. And these documents may be internal or external to the entity, may be in written form or electronic form. Depending upon the nature and the source of the document, ഈ ഇൻസ്പെക്ഷൻ വഴി കിട്ടുന്ന ഓഡിറ്റ് എവിഡൻസിന്റെ റിലയബിലിറ്റി ഇറ്റ് വിൽ വേരി. ഓക്കെ, സോ ഇൻസ്പെക്ഷൻ പ്രൊവൈഡ്സ് ഓഡിറ്റ് എവിഡൻസ് ഓഫ് വേരിയിങ് റിലയബിലിറ്റി എന്ന് പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് ഡോക്യുമെന്റ് വി ആർ ഇൻസ്പെക്ടിങ്. ഓൾസോ നമുക്ക് ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് വഴി ചില അസറ്റുകളുടെ എക്സിസ്റ്റൻസും കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ്, FD റെസീറ്റ് ഒക്കെ നമ്മൾ അത്തരം ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്രയും രൂപയുടെ അസറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാവുമല്ലോ. Okay, now inspection can also be used for what? TOC. TOCയിൽ നമുക്ക് SA 330 പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെയും എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻസ് ഒക്കെ, ടെസ്റ്റിംഗ് ട്രാൻസാക്ഷൻ ത്രൂ IT എൻവയൺമെന്റ്, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് അവിടെ ഉണ്ട്. അതായത് വെൻ വി പെർഫോം ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഓൾസോ സർട്ടൻ കൺട്രോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെ എവിഡൻസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ റിപ്പോർട്ട്. ഇപ്പോൾ ഓക്കെ, ഒരു പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഒരു അസാഹിൻ്റെ ക്ലാസ് ലിമിറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയാറില്ലേ, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റേണൽ കൺട്രോൾ ആക്ടിവിറ്റി. അതിൽ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാറുണ്ട്, ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓഡിറ്റർ വായിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ പോയി, ഒരു മാനുഫാക്ചറിങ് സ്ഥാപനത്തിൽ പോയിട്ട് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വായിക്കുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്തേക്കുന്നതിൻ്റെ റിസൾട്ടുകൾ വായിക്കുന്നു. ഇത്തരം ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യുന്നതിലൂടെ അവിടെ കൺഫേം ആവുമല്ലേ, ഇവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്, ഇവിടെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ റിസൾട്ട്, ഈ ഡോക്യുമെന്റ്സ് കിട്ടുന്നത്. സോ സംടൈംസ് യെസ്, ദ ടെക്നിക് ഓഫ് ഇൻസ്പെക്ഷൻ ക്യാൻ ബി യൂസ് ടു കൺഫേം ദ ഓപ്പറേഷൻ ഓഫ് എ കൺട്രോൾ ഓൾസോ. പിന്നെ ഇൻസ്പെക്ഷൻ എന്നുള്ള വാക്കിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് യു ഫിസിക്കലി എക്സാമിനിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ അസെറ്റ്. ഒരു ടാഞ്ചിബിൾ അസെറ്റിന്റെ എക്സിസ്റ്റൻസ്, അസേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് ഇൻസ്പെക്ഷൻസ് ചെയ്യാറുണ്ട് അല്ലേ. ബിൽഡിംഗ്, പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാം, ഫിസിക്കൽ എക്സാമിനേഷൻ. പക്ഷേ അവിടെ വിച്ച് 2 അസേഷൻസ് ആർ നോട്ട് അഡ്രസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അസറ്റിനെ നേരിട്ട് പോയിട്ട് ഇൻസ്പെക്ട് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പും റൈറ്റ്സും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല.
ബിൽഡിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായി, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് റൈറ്റ്സ് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ബൈ സൈറ്റ് ഇൻസ്പെക്ഷൻ പറ്റത്തില്ല, അതിൻ്റെ ടൈറ്റിൽ ലീഡ്സ് അല്ലെങ്കിൽ വാല്യൂഷൻ റിപ്പോർട്ട് പോലത്തെ ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഇൻസ്പെക്ഷൻ എന്നുള്ള മെത്തേഡ്. അപ്പോൾ SA-500 SA-330 TOCയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പോകുന്നത്. പക്ക SA-500 ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യനിൽ SA-500 മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനിൽ SA-500 പ്ലസ് SA-330 തിയറിയും കൂടി ഇവിടെ മിക്സ് വന്നിട്ടുണ്ട്. because they are asking how inspection will be useful in doing test of controls എന്നും അവർ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൽ ഇൻറ്റേർണൽ കൺട്രോൾസ് ചിലത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതിൻ്റെയും തെളിവായിട്ട് പ്രൂഫായിട്ട് മാറും ചില ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്ഷൻ എന്ന് പറയാൻ കാരണം. ആൻസർ നോക്കിയേ, ഇൻസ്പെക്ഷൻ ഇൻവോൾവ്സ് examining the records or documents whether internal or external paper electronic form. അതുകൊണ്ട് തന്നെ inspection of records will provide audit evidence of varying degrees of reliability എന്ന് പറഞ്ഞിട്ടുണ്ട്. Some documents represent direct evidence of existence of an asset like stock or bond. പിന്നെ inspection can be used as test of controls. Inspection an example of inspection used as test of control is inspection for evidence of authorization. അപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഓതറൈസേഷൻസ്, ഇപ്പോൾ പർച്ചേസ് മറ്റേ മാനേജ്മെൻറ്റിന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഓതറൈസേഷൻ കൊടുത്തു, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടൊക്കെ മറ്റേ ഡിസ്കഷൻ നടത്തിയിട്ട് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം എന്ന് ഓതറൈസേഷൻ കൊടുത്തു. ആ ഓതറൈസേഷൻ ലെറ്റർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഓതറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് സംഭവിച്ചു. ഓർ വി ക്യാൻ റൈറ്റ് മറ്റേ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് റിപ്പോർട്ട്സ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ ഇൻസ്പെക്ഷൻസ് നടക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. സോ റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ കൺട്രോൾ ഓൾസോ നമുക്ക് ഇൻസ്പെക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ ഇൻസ്പെക്ഷൻ ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ് വിൽ പ്രൊവൈഡ് എവിഡൻസ് റിഗാർഡിംഗ് ദർ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ അസറ്റ്സിൻ്റെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ പരിപാടി പറ്റും. ബട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് റൈറ്റ്സ് ഒബ്ലിഗേഷൻസും വാല്യുവേഷനും മനസ്സിലാകണമെന്നില്ല. ഇതൊക്കെയാണ് ഇൻസ്പെക്ഷനുള്ള ടെക്നിക്കിനെ പറ്റിയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻ. അവരെ ഇന്റേണൽ കൺട്രോൾ കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാത്രം, ജസ്റ്റ് ടു ചെക്ക് വെദർ യു നോ SA-330 ഈ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ലൈക്ക് പെട്ടെന്ന് ഇൻസ്പെക്ഷൻ്റെ എല്ലാ പോയിന്റ്സും ഒരു കുട്ടിക്ക് എക്സാം ഹോളിൽ ഓർമ്മ വരണമെന്നില്ല. ഇറ്റ്സ് എ പ്രെറ്റി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ഉണ്ട്. 3A is good. അടുത്തത് 3B. ABC Limited is facing a temporary decline in sales. Management has prepared future cash flow projections showing that it will be able to continue its operations. Going concern ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. The FS has been prepared on the assumption that entity is a going concern. Fundamental accounting assumption പ്രകാരമാണ് അവർ നിലവിൽ പ്രിപ്പയർ ചെയ്യുന്നത്. In such a situation, we are also required to evaluate the assumption in accordance with SA-570. Yes. Explain the concept of going concern. Fine. We have to explain what is going concern and its significance in the preparation of FS. Link it with the objectives of SA-570 regarding the auditor's evaluation of going concern. Okay, അപ്പോൾ what is going concern, what is your objective in 570? That is the question. Well, what is going concern? ആദ്യം അത് പറയാം. Going concern is one of the fundamental accounting assumptions. എന്തൊക്കെയാണ് fundamental accounting assumptions? Going concern, consistency, accrual. So this going concern is one of the fundamental accounting assumption. It is the assumption that the business shall continue in the foreseeable future, and usually every FS is prepared. ഓക്കെ, നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്സ്, ഓക്കെ, ജനറൽ പർപ്പസ് FS ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് FS ഉണ്ട്. ജനറൽ പർപ്പസ് FSകളെല്ലാം യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ബേസിസിലായിരിക്കും? ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും. ആൻഡ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് വെച്ച് ഗോയിങ് കൺസേൺ വെച്ചിട്ട് FS പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ദി എൻറ്റിറ്റി ഈസ് നോട്ട് പ്ലാനിങ് ഫോർ എൻ ഇമ്മീഡിയറ്റ് ക്ലോഷർ. ദേ ആർ assuming that they will be here for a foreseeable future എന്ന അസംഷനിലാണ് FS പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ. Now if at all an entity don't want to continue for the foreseeable future, അവർ foreseeable future ക്ലോസ് ഡൗൺ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്, they don't want to continue the operations എങ്കിൽ they should have prepared the FS on a liquidation basis. അപ്പോൾ ഗോയിങ് കൺസേൺ ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ഉണ്ട്, ലിക്വിഡേഷൻ ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ഉണ്ട്. ലിക്വിഡേഷൻ ബേസ് ഓഫ് അക്കൗണ്ടിംഗ് കാണിക്കുമ്പോൾ അവിടെ പിന്നെ ഈ കറണ്ട് അസെറ്റ് നോൺ കറണ്ട് അസെറ്റ് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ അസെറ്റ്സിനെയും അതിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂയിൽ മറ്റേ ക്യാരിങ് നെറ്റ് റിയലൈസബിൾ വാല്യൂയിലോട്ട് കാണിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വരും. മനസ്സിലാവുന്നുണ്ടോ? And what is the objective as per SA-570? As per SA-570, we need to obtain sufficient appropriate evidence whether the management is performing the necessary procedures regarding going concern assessment. Whether the management is making going concern assessment at regular intervals. We should also make sure we should obtain evidence whether the management's use of going concern assumption is appropriate in the preparation of FS. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലേ. ഇതാണ് നമ്മുടെ SA-570 ഒബ്ജക്റ്റീവും ഗോയിങ് കൺസേണിൻ്റെ മീനിങ് അതിലെ ചോദിച്ചേക്കുന്നത്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ, ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് FS. ഗോയിങ് കൺസേൺ എന്താണെന്ന് പറഞ്ഞു. FS ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് നമ്മൾ മറ്റേ ഈ ഗോയിങ് കൺസേൺ ബേസിലും ലിക്വിഡേഷൻ ബേസിലും പ്രിപ്പയർ ചെയ്യാം. ഇഫ് ദ ബിസിനസ് ദ നോട്ട് പ്ലാനിങ് ഫോർ ക്ലോസ് ഡൗൺ they can do it the going concern way അല്ലെങ്കിൽ liquidation base of accounting, and we are here to obtain sufficient evidence whether management's use of going concern is appropriate. അതായത് if the FS is prepared on going concern basis അവൻ്റെ പ്രവൃത്തിയിലും going concern ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം.
അതാണ് ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇല്ലേ. SF 570 ടോപ്പിക് കുഴപ്പമില്ലല്ലോ. അതിൻ്റെ ആൻസർ നോക്കിയേ. ഗോയിങ് കൺസേൺ എന്താണെന്ന് അവർ ആദ്യം പറയുന്നുണ്ട്. ഗോയിങ് കൺസേൺ ഇസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ്. ദി എന്റർപ്രൈസ് ഇസ് നോർമലി വ്യൂഡ് ആസ് എ ഗോയിങ് കൺസേൺ ആസ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഇൻ ദ ഫോർസിബിൾ ഫ്യൂച്ചർ. അതായത് ബിസിനസ് ഉടനെ ഒന്നും പൂട്ടത്തില്ല എന്നൊരു ഉദ്ദേശത്തിനാണ് ഈ ഗോയിങ് കൺസേൺ എന്ന് വിളിക്കുക. ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് എന്റർപ്രൈസ് ഹാസ് നെയ്തർ ദ ഇന്റൻഷൻ ഓർ ദ നെസസിറ്റി ഓഫ് ലിക്വിഡേഷൻ. SF 570 requires you to obtain sufficient evidence regarding the appropriateness of management's use of going concern assumption. Under going concern assumption, the FS are prepared on the assumption that the entity is going concern and will continue. ഇത് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ജനറൽ പർപ്പസ് FS are prepared using going concern. യൂഷ്വലി അങ്ങനെയാണ്. അൺലെസ് ദ മാനേജ്മെന്റ് വാണ്ട് ടു ലിക്വിഡേറ്റ്. ഇൻ ദാറ്റ് കേസ് ലിക്വിഡേഷൻ ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് അവർ യൂസ് ചെയ്യുക. അതവിടെ എഴുതിയേക്കുന്നത്. The significance of going concern is due to its effect on the preparation of FS. When the use of going concern is appropriate, assets and liabilities are recorded on the basis that entity will be able to realize its assets at normal course of business. But if it is not a going concern, we have to prepare it on liquidation basis, and the inventories will be written down to carrying net realizable value. Auditor must report appropriately as required by 570. വളരെ ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ദിസ് ഇസ് വളരെ ജനറൽ. ഗോയിങ് കൺസേണിനെ അവർ ആക്ച്വലി ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല ഇൻ മൈ ഒപ്പീനിയൻ. ലൈക്ക് ദിസ് ഇസ് പ്യുവർലി അക്കൗണ്ട്സ് തിയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അക്കൗണ്ടിങ് ബേസിക്സ് അല്ലേ. ഗോയിങ് കൺസേൺ എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഗോയിങ് കൺസേൺ ഇസ് ടു ദ പോയിന്റ് നമുക്ക് എഴുതാമല്ലോ. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംപ്ഷൻ ആണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഗോയിങ് കൺസേൺ അസംപ്ഷൻ അർത്ഥം എന്താണെന്ന് പറയാം. ഗോയിങ് കൺസേൺ ബേസ് ആണ് കാണിക്കുന്നതെങ്കിൽ കറണ്ട് അസറ്റ്സ് നോൺ കറണ്ട് അസറ്റ്സ് നോർമൽ പ്രസന്റേഷൻസിലോട്ട് പോകും. ഇഫ് ദ എൻറ്റിറ്റി വൺസ് ടു ക്ലോസ് ഡൗൺ അവർക്ക് ലിക്വിഡേഷൻ ബേസിലോട്ട് മാറ്റാം. അതൊക്കെ എഴുതാൻ പറ്റുമല്ലോ. ആൻഡ് SF 570 പ്രകാരം നമ്മുടെ ഉദ്ദേശം എന്താണ്? അത് ആക്ച്വലി ഈ ഫസ്റ്റ് പോയിന്റിൽ തന്നെ അവർ പറയുന്നുണ്ട്. ടു സീ ഹൗ അപ്രോപ്രിയേറ്റ് ദ മാനേജ്മെന്റ് അസംപ്ഷൻ ഇസ്. പിന്നെ അവർ വീണ്ടും ഗോയിങ് കൺസേണിന്റെ എഫക്ട് എന്താണ്, ഗോയിങ് കൺസേൺ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. SF 570 പ്രകാരം നമ്മൾ എവിഡൻസ് വാങ്ങിക്കണം. വി മസ്റ്റ് റിപ്പോർട്ട് അപ്രോപ്രിയറ്റ്ലി ആസ് റിക്വയർഡ് ബൈ 570 ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ അപ്രോപ്രിയേറ്റ് ഗോയിങ് കൺസേൺ ഇസ്. ഓക്കെ, ജനറൽ ക്വസ്റ്റ്യൻ പോലെ പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ഫുൾ അപ്പോൾ ഒരു ജനറൽ നേച്ചറാണ് പോകുന്നത്. 3A വന്നിട്ട് മറ്റേ ഇൻസ്പെക്ഷനെ പറ്റിയിട്ട് TOC ഒക്കെ വെച്ച് കണ്ടിട്ട് ചോദിച്ചു. 3B ഗോയിങ് കൺസേൺ ആയിപ്പോയി. ഇതെന്താ സംഭവം? C&AG എന്നൊക്കെ കാണുന്നുണ്ട്. ദി ഓഫീസർ C&AG അണ്ടർടുക്ക് ഓഡിറ്റ് ഓഫ് റെസീപ്റ്റ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ്. ഓക്കെ, ഓഡിറ്റ് ഓഫ് എക്സ്പ്ലെയിൻ ദ മെയിൻ ചെക്സ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഇൻ ദ ഓഡിറ്റ് ഓഫ് റെസീപ്റ്റ്. ഓക്കെ, നമ്മുടെ എന്താ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിൽ എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എക്സ്പെൻഡിച്ചർ ഓഡിറ്റിൻ്റെ കൂടെ ഓഡിറ്റ് ഓഫ് റെസീപ്റ്റും ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്കും ഉണ്ട്. ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഏറ്റവും കൂടുതൽ തവണ എക്സാംസ് ഒക്കെ ചോദിച്ചപ്പോൾ MTP 1-ലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓഡിറ്റിൻ്റെ പ്രൊപ്രൈറ്റി പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എക്സ്പെൻഡിച്ചർ ഓഡിറ്റിലാണ് മറ്റേ 5 പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ളത്. ഓഡിറ്റ് അഗൈൻസ്റ്റ് റൂൾസ് ആൻഡ് ഓർഡേഴ്സ്, സാങ്ഷൻസ്, പ്രൊവിഷൻ ഫണ്ട്, പ്രൊപ്രൈറ്റി, പെർഫോമൻസ് ഒക്കെ. നൗ എക്സ്പെൻഡിച്ചർ ഓഡിറ്റിന് ശേഷം ദർ ഇസ് ഓൾസോ എ കുഞ്ഞ് ടോപ്പിക് റിഗാർഡിംഗ് ഓഡിറ്റ് ഓഫ് റെസീപ്റ്റ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ റെസീപ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട്. സിമ്പിളാണ്, ഒരു 5-6 പോയിന്റ് വെച്ചിട്ടേ ഉള്ളൂ ഈ രണ്ടെണ്ണവും. ആൻഡ് അതിൽ ഞാൻ ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഓഡിറ്റ് ഓഫ് റെസീപ്റ്റും ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോഴ്സ് ഇൻവെന്ററി. നമ്മുടെ ബുക്ക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ഹെഡിങ്ങിന്റെ സൈഡിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓൾ ദ തിങ്സ് വി ഡു ആർ കൺസേണിങ് ദ ഇന്റേണൽ കൺട്രോൾ ആസ്പെക്ട്. അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസീപ്റ്റ്. അപ്പോൾ ഈ കോഴ്സിൽ ഇൻഡയറക്ട് ടാക്സ് ഡിപ്പാർട്ട്മെന്റിലത്തെ റെസീപ്റ്റുകളുടെ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസീപ്റ്റ് വെരിഫൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് അവിടെ ഓരോ ഇൻവോയ്സും പൈസ കിട്ടിയിട്ടുണ്ടോ നോക്കലല്ല C&AGയുടെ പണി. റവന്യൂ കളക്ഷനുമായി സംബന്ധിക്കുന്ന കൺട്രോൾസ് ഉണ്ടോ, അത് എഫക്റ്റീവ് ആണോ എന്നാണ് നോക്കുന്നത്. സോ ഇതിന്റെ ഒരു 6 പോയിന്റ്സ് ഉണ്ട്. ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്റ്റ് തിയറിയാണ്. അതായത് വി മസ്റ്റ് സീ വെദർ ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഏബിൾ ടു കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഹൗ മച്ച് ഇസ് ദ അമൗണ്ട് വിച്ച് ഇസ് ഡ്യൂ ടു ദം, ഇസ് ഇറ്റ് പ്രോപ്പർലി അസസ്ഡ്, ഡിറ്റർമിൻഡ് ആൻഡ് അനലൈസ് എന്നൊരു പോയിന്റ് ഉണ്ട്. അതിനാവശ്യമായിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, ആ സിസ്റ്റം ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണോ, ആ സിസ്റ്റം എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, അങ്ങനത്തെ ആ സിസ്റ്റം ഈസ് ഇറ്റ് ഇൻ ഓപ്പറേഷൻ, അങ്ങനെ ഇന്റേണൽ കൺട്രോൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് പോകുന്നത്. ഓക്കെ, audit of receipts involves the following thing: whether all the revenue which is due to the government has been correctly assessed, realized and credited to the government account. അതിനാവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. whether adequate regulations and procedures has been framed by the department for the assessment, collection etc. അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഹാസ് ഇറ്റ് ബീൻ ആക്ച്വലി ക്യാരിഡ് ഔട്ട്, അതിലെന്തെങ്കിലും ഇറഗുലാരിറ്റീസോ ഡബിൾ റീഫണ്ടോ എന്തെങ്കിലും ഒമിഷൻസോ സംഭവിച്ചിട്ടുണ്ടോ, ആൻഡ് റിവ്യൂ ഓഫ് ഓൾ ദി സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു സീ ദാറ്റ് ഓൾ ദ പ്രൊസീജിയേഴ്സ് ആർ working properly and the receipts are regular. Okay, ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. Also the quantum extent and quantum of audit required to be done
under each of these category will be determined by C and G. See, entire paragraphs കാണാൻ പഠിച്ചിട്ടില്ലെങ്കിലും മെയിൻ പോയിന്റ്സ് നമുക്ക് ഇതിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് ആക്ച്വലി ഗിവൺ, നമുക്ക് ബുക്കിൽ അത് ഷോർട്ട് ആക്കിയിട്ട് തന്നെ ഈ 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് എഴുതാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഒക്കെ എന്ത് വലിച്ചു വരെ എഴുതിയിരിക്കുന്നത്, ദീസ് ആർ നെയ്തർ നെഗ്ലിജബിൾ നെഗോഷ്യബിൾ നോട്ട് ക്വസ്റ്റ്യൻ. C and G പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. പ്രിസ്ക്രൈബ്ഡ് എക്സ്പെരിമെന്റ് ക്വാണ്ടം വിൽ ബി ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദി in accordance with the design of test check, random sampling, etc. വേണ്ട, ഇത്രയൊന്നും വേണ്ട. C and Gയുടെ ഡിറ്റർമിനേഷൻ പ്രകാരമായിരിക്കും ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത് എന്ന സെൻസ് ഇസ് മോർ ദാൻ ഇനഫ് ആക്ച്വലി. ഓഡിറ്റർ റെസിപ്റ്റ്സിൽ റിവ്യൂ ദ സിസ്റ്റംസ് procedures adequately secure correct and regular accounting of demand collection, refunds and pursuant of dues up to final settlement and suggest improvement. Why just write simple words? ഈ ചാപ്റ്റർ എസ് എ ലോട്ട് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ചാപ്റ്റർ ഒന്നും ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ എൻറ്റയർ പാരഗ്രാഫ് സാധനം കാണാതെ പഠിക്കാനായിട്ടുള്ള എഫേർട്ട് കൊടുക്കണ്ട. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി വർത്ത് ദി എഫേർട്ട് ആൻഡ് ഓൾസോ നിങ്ങളത് എന്തായാലും മറക്കും ഇങ്ങനത്തെ സെൻറ്റൻസസ്. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് ഞാൻ വീണ്ടും ഇവിടെ എംഫസൈസ് ചെയ്യാണ്. ഓഡിറ്റ് ഓഫ് റെസീപ്റ്റ്സിലും ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോഴ്സിലും റെസീപ്റ്റിൻ്റെ ആക്ച്വൽ കളക്ഷൻ ഇൻവോയ്സ് ബൈ ഇൻവോയ്സ് ചെക്ക് ചെയ്യുന്നത് അല്ല, അങ്ങനെയല്ല ആൻസർ ചെയ്യുന്നത്. ഹൗ ഇസ് ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ് ഡൺ? ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ് ഇസ് ഡൺ ബൈ ചെക്കിംഗ് വെദർ പ്രോപ്പർ കൺട്രോൾസ് ആർ ദെയർ ടു എൻഷുർ പ്രോപ്പർ റെസിപ്റ്റ്സ്. ഈ റെസിപ്റ്റ്സിന് ആവശ്യം, കാരണം ഒന്ന് ആലോചിക്കുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള റവന്യൂ അത് കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അസസ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സംവിധാനങ്ങളുണ്ടെങ്കിൽ ദെൻ ആ വർഷത്തെ എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ റെസിപ്റ്റും പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെടുമല്ലോ. ഇൻ ദി ആബ്സെൻസ് ഓഫ് എ കൺട്രോൾ വാട്ട് ഹാപ്പൻസ് ഇസ് എത്ര പേര് പൈസ തന്നു, എന്തൊക്കെ റെസിപ്റ്റ് കിട്ടി എന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഫ്രോഡ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. So instead of checking the receipts invoice by invoice, the auditor focuses on the control aspects. അതാണ് ഫസ്റ്റ് പോയിന്റ്. See whether there is proper ആദ്യം check whether the government department clearly assess all the revenue which is due to the government department. അത് കൃത്യമായിട്ട് അസസ് ചെയ്ത് അല്ല ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനാവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫ്രെയിം ചെയ്തിട്ടുണ്ടോ, ആ പ്രൊസീജിയേഴ്സ് ആർ ദേ ഇൻ ഓപ്പറേഷൻ, അതിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസോ ഡബിൾ റീഫണ്ടോ എന്തെങ്കിലും വീക്ക്നെസ്സോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ. റിവ്യൂ ഓഫ് ഓൾ ദി സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയർ ടു സീ ദാറ്റ് it is working effectively and give suggestions for improvement. അത്ര എഴുതിയാൽ മതി. ഓൾസോ ലാസ്റ്റ് പോയിന്റ്, ദ ക്വാണ്ടം ഓഫ് ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ് ചെക്കിംഗ്. ഈ ചെക്കിങ്ങിന്റെ ക്വാണ്ടം, ക്വാണ്ടിറ്റി, ദ എക്സ്റ്റെന്റ് ഓഫ് ചെക്കിംഗ് വിൽ ബി ഡിറ്റർമിൻഡ് ബൈ C and G. ആ ഒരു വാക്ക് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ സിലബസ് ഫുൾ തീർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഒക്കെ ആ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഗവൺമെൻറ് ഓഡിറ്റ്, എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് എല്ലാത്തിൻ്റെയും ഫുൾ പാരഗ്രാഫ് അതേപോലെ കാണാൻ പഠിക്കുന്നത് ഇറ്റ്സ് വെരി അൺനെസസറി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. FGH ലിമിറ്റഡ് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ മെറ്റീരിയൽ തന്നിട്ടുള്ള സംഭവങ്ങൾ പഠിച്ചിട്ട് പോയിക്കോ, യു ഗൈസ് വിൽ ബി സേഫ്. ഓക്കെ, അത് എഴുതി പിള്ളേർ എക്സംഷൻസ് മേടിച്ചിട്ടുണ്ട് ഈ ആൻസേഴ്സ് ഒക്കെ. ഓക്കെ, അല്ലാണ്ട് ഇത് ഫുൾ സാധനം കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ മെറ്റീരിയൽ തന്നേക്കുന്നത് അത് പിന്നെ സ്കിപ്പ് ചെയ്യാണ്ടിരുന്നാൽ മതി, അതിൻ്റെ അകത്ത് വീണ്ടും സ്കിപ്പ് ചെയ്യാണ്ടിരുന്നാൽ മതി. ആ ആൻസേഴ്സ് എഴുതിക്കോ, യു വിൽ ഗെറ്റ് ദ മാർക്സ്. മാർക്ക് കിട്ടിയിട്ടുള്ളതിൻ്റെ ബേസിൽ തന്നെയാണ് ഈ പറയുന്നത്. FGH Limited has appointed you as auditor for the financial year 24-25. This is fourth question. Okay, നാലാമത്തെ ക്വസ്റ്റൻ എത്തി കഴിഞ്ഞു. The company has a different audit on the previous year. അപ്പോൾ നമ്മൾ ഈ വർഷം ചെയ്യുന്നത് എന്തായിട്ട് മാറും? ഇനീഷ്യൽ എൻഗേജ്മെന്റ് ആയിട്ട് മാറും. While planning, you note that opening balances include significant inventory and receivable amounts. The manager informs you that accounting policies are consistent, but the prior year audit report contains a qualification. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. ആ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് ദ കമ്പനി യു നീഡ് ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് എവിഡൻസ് റിഗാർഡിംഗ് ഓപ്പണിംഗ് ബാലൻസ്. ഇത് SA 510 ക്വസ്റ്റൻ ആണ്. SA 510 യൂഷ്വലി അങ്ങനെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റൻ അല്ല, ഒരുപാട് റെക്കറൻസിലില്ല. ഇഫ് യു ലുക്ക് അറ്റ് പ്രീവിയസ് ഒരു September 24, Jan 25, May 25, September 25 വരെയുള്ള പ്രീവിയസ് 4 അറ്റംപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 4 അറ്റംപ്റ്റിലും ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് SA 510 ക്വസ്റ്റൻസ് ഫ്രീക്വൻ്റ്ലി ആസ്കിങ്. 1-2 ക്വസ്റ്റൻസ് വല്ല RTPയിലോ MTPയിലോ ഡിസ്ക്രിപ്റ്റീവിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റൻ വല്ല വന്നാലായി. ഇറ്റ് ഇസ് നോട്ട് എ ഫ്രീക്വൻ്റ് ലൈക്ക് കമ്പയർഡ് ടു യു ലുക്ക് അറ്റ് SA 520, SA 530, SA 550, SA 560 മിനിമം ഒരു 6, 7, 8 ക്വസ്റ്റൻസ് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ വല്ല ഉണ്ടെങ്കിലുണ്ട്, അത്രയേ ഉള്ളൂ. SA 510 ഇസ് നോട്ട് എ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ഏരിയ. പക്ഷേ ആ SA ആസ് സച്ച് ഇസ് വളരെ ചെറുത്. ആൻഡ് MTP 2 ഇപ്പോൾ അവർ SA 510 ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കൊണ്ട് യെസ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോളൂ. കുഡ് ബി എ ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി 510 എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ടോപ്പിക്കാണ് ഈ ചോദിച്ചേക്കുന്നത്. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ എക്സ്റ്റെൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ് യു ഹാവ് ടു ഡു ഓൺ ഓപ്പണിംഗ് ബാലൻസ്. ഇപ്പോൾ SA 510 എന്താണ് ഓപ്പണിംഗ് ബാലൻസ്, ഇനിഷ്യൽ ഔട്ട് എൻഗേജ്മെന്റ്സിൽ ഓപ്പണിംഗ് ബാലൻസിനെ സംബന്ധിക്കുന്ന എവിഡൻസ് വാങ്ങിക്കണം.
അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഓപ്പണിംഗ് ബാലൻസസിൽ മിസ്റ്റേക്സ് ഉണ്ടാകാൻ പാടില്ല, കൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യുക? പ്രീവിയസ് ഇയറിൻ്റെ ഓഡിറ്റ് എഫ്എസോട് കമ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് എല്ലാം കറക്റ്റ്ലി ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക. ആൻഡ് അക്കൗണ്ടിംഗ് പോളിസീസ് എല്ലാം കൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോട്ട്സ് ഒക്കെ വായിച്ച് ഉറപ്പുവരുത്തുക. ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് അപ്ലൈഡ് ആയിരിക്കണം, ഡിസ്ക്ലോസ് ആയിരിക്കണം. ആൻഡ് പ്രീവിയസ് ഇയർ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചിട്ട് ഇഫ് ദർ ഇസ് എ ക്വാളിഫിക്കേഷൻ പെർഫോം സച്ച് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഓൾസോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള SF 510 എല്ലാവരും പഠിക്കുന്ന സംഭവം. 510 വേറെയും 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദി എക്സ്റ്റെൻഡ് ഓഫ് ചെക്കിംഗ് ഓൺ ഓപ്പണിംഗ് ബാലൻസസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൻ ഫാക്ടേഴ്സ്. അതായത് പ്രീവിയസ് ഇയറിൽ ഇതുപോലെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരുപാട് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഇൻവോൾവ് ആവുന്ന അക്കൗണ്ട് ബാലൻസുകളുടെ ഓപ്പണിംഗ് ബാലൻസ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് എലമെൻറ്റ് കൂടുതലായിട്ടുള്ള എമൗണ്ടുകളുടെ അത്തരം, ഫോർ എക്സാമ്പിൾ RP ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹ്യൂജ് അൺയൂഷ്വൽ എമൗണ്ട് ഇൻവോൾവ് ആവുന്ന ഡെറ്റേഴ്സ്, പേയബിൾസ്, അങ്ങനെയൊക്കെയുള്ള റിസ്ക് എലമെൻറ്റ് കൂടുതലായിട്ടുള്ള എമൗണ്ട് അക്കൗണ്ട് ബാലൻസുകളുടെ ഓപ്പണിംഗ് ബാലൻസ്, ഇതിലൊക്കെ നടത്തുന്ന എക്സ്റ്റെൻഡ് ഓഫ് ചെക്കിംഗ് കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്നൊരു പോയിന്റ് നമ്മുടെ മെറ്റീരിയലിൽ ചില ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഐ വിൽ ജസ്റ്റ് ഷോ യു ദ ഫാക്ടേഴ്സ്. SA 510 എടുക്കുമ്പോൾ SA 510, just let me take 1 minute. Sampling, analytical procedures and 510. Yes, the nature and extent of audit procedures. Okay, ഇതൊരു പോസിബിൾ എക്സാം ക്വസ്റ്റൻ ആയിട്ട് ഞാൻ 2-3 അറ്റംപ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇഫ് ഏതെങ്കിലും അക്കൗണ്ട് ബാലൻസുകളിൽ അക്കൗണ്ടിങ് പോളിസീസ് എന്താണ് ഫോളോ ചെയ്യുന്നത്, ചേഞ്ച് വന്നിട്ടുണ്ടോ, ദാറ്റ് ഇസ് എ ഫാക്ടർ. ദ നേച്ചർ ഓഫ് ദി അക്കൗണ്ട് ബാലൻസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ RP ട്രാൻസാക്ഷൻ ഇൻവോൾവ് ആവുന്ന ഒരു അക്കൗണ്ട് ബാലൻസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആവുന്ന ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഒക്കെ, അങ്ങനത്തെ ഒരു ക്രെഡിറ്ററോ ഡെറ്ററോ വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. അല്ലെങ്കിൽ അമൗണ്ടിൻ്റെ ബേസ്, സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഓപ്പണിംഗ് ബാലൻസ് റിലേറ്റിംഗ് ടു ദി കറണ്ട് പീരിയഡ്സ് അതർ അക്കൗണ്ട് ബാലൻസസ്, വെദർ ദ പ്രെഡിസസർ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ഇസ് മോഡിഫൈഡ് റിഗാർഡിംഗ് ദിസ് സ്പെസിഫിക് അക്കൗണ്ട് ബാലൻസ്. ഇത്തരം ബേസിസ്, ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ ഡിറ്റർമിൻ to what extent you will check the opening balance. ഇത്തരം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ it will make us check the opening balance more. ആ ഫാക്ടേഴ്സ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ അവർ ആ ഫാക്ടേഴ്സ് ആദ്യം പറഞ്ഞു. ദി അക്കൗണ്ടിംഗ് പോളിസി ഫോളോഡ് ബൈ ദി എൻറ്റിറ്റി, നേച്ചർ ഓഫ് ദി അക്കൗണ്ട് ബാലൻസ്, ഓഫ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, ഇൻഹെർ റിസ്ക്കുള്ള തരം ഐറ്റമാണോ, എത്രമാത്രം മെറ്റീരിയൽ ആയിട്ടുള്ള അക്കൗണ്ട് ബാലൻസ് ആണ്, ആൻഡ് വെദർ ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉള്ള അക്കൗണ്ടിനെ സംബന്ധിച്ചിട്ട് പ്രീവിയസ് ഇയറിൽ ക്വാളിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ. ദീസ് ഫാക്ടേഴ്സ് ഹാസ് ടു ബി കൺസിഡർഡ്. പിന്നെ ഇൻ ദ ഗിവൺ കേസ് എന്ത് സംഭവിച്ചിട്ടുണ്ട്, പ്രെഡിസസർ ഓഡിറ്റർ ഇതുപോലെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും എന്നും ഇവിടെ പറയുന്നുണ്ട്. The presence of significant inventory and receivable opening balance along with the predecessor auditor's qualification increases the risk. Therefore, you will have to do more procedures. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. ഗുഡ് ക്വസ്റ്റ്യൻ. അത് 4A ഒരു നല്ല ക്വസ്റ്റൻ ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. കാരണം യൂഷ്വലി ചോദിക്കുന്ന ഒരു ടോപ്പിക് അല്ല SA 510. സോ വെൻ ഇറ്റ് കംസ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് SA 210 ബേസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റൻ ആണെന്നാണ് കണ്ടിട്ട് മനസ്സിലാകുന്നത്. വിങ് ലിമിറ്റഡ് ഹാസ് അപ്പോയിന്റഡ് CAG. CAG observed that company prepares FS using the prescribed financial reporting framework. AFRF ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് മാനേജ്മെന്റ് ഇസ് അൺവില്ലിംഗ് ടു ഗിവ് ഫോർമൽ അക്നോളജ്മെന്റ് ഓഫ് ഇസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ പ്രീ കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞു. ബേസ്ഡ് ഓൺ 210 ഇവാലുവേറ്റ് വെദർ ദ പ്രീ കണ്ടീഷൻസ് ആർ പ്രസന്റ് ആൻഡ് ഹൗ ഷുഡ് യു proceed. If the preconditions are not there, we will not accept or continue an audit engagement. First of all, now what is preconditions? SA 210 on agreeing the terms of audit engagement pragaram, the objective of the auditor is to make sure that before accepting every engagement, misunderstandings illa ennu urappuvaruthanam between the auditor and the client, and also we have to make sure that the preconditions are of audit are present. Preconditions for audit eppozhum undu ennu audit start cheyidine munbe urappuvaruthanam. What are preconditions? രണ്ട് കാര്യങ്ങളാണ് preconditions. First, make sure that the FS prepared is as per AFRF, and രണ്ട്, make sure that the client management formally accepts and acknowledges their responsibilities regarding the premises of the 3 point. That is, it is their responsibility to prepare the FS, implement internal controls. It is their responsibility to provide the auditor with any information and any additional information. It is their responsibility to provide unrestricted access to the auditors. ഈ റെസ്പോൺസിബിലിറ്റീസ് മാനേജ്മെന്റ് അക്നോളജ് ചെയ്തിരിക്കണം. FS പ്രിപ്പയർ ചെയ്തേക്കുന്ന AFRF അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അക്സെപ്റ്റബിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പ്രീ കണ്ടീഷൻസ് എന്ന് പറയുക. പ്രീ കണ്ടീഷൻസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ല, കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ് 210 ശ്രമിക്കുന്നത്. തന്നെയാണ് എൻ്റെ ആൻസർ. സോ ആസ് പെർ SA 210 ഓൺ അഗ്രീയിങ് ടു ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് പ്രകാരം പ്രീ കണ്ടീഷൻസ് വെച്ചാൽ എന്തൊക്കെയാണ്? മറ്റേ FS AFRF പ്രകാരം അയക്കണം, ആൻഡ് മാനേജ്മെന്റ് അക്സെപ്റ്റും അക്നോളജും ചെയ്യണം പ്രിമൈസിലത്തെ 3 കാര്യങ്ങൾ.
അല്ലേ? ദേ ഹാവ് ടു മാനേജ്മെന്റ് ഷുഡ് അക്സെപ്റ്റ് ആൻഡ് അക്നോളജ് ദാറ്റ് ഇറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിപ്പയറിംഗ് ദി എഫ് എസ് ഫോർ ദി ഇന്റർണൽ കൺട്രോൾസ് ആൻഡ് ഓൾസോ പ്രൊവൈഡിംഗ് ആക്സസ് ടു ഓൾ ദി ഇൻഫർമേഷൻ, ഗിവിംഗ് ഓൾ ദി ആക്സസ് ടു ദി ഓഡിറ്റേഴ്സ് റിഗാർഡിംഗ് എവരി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഓഫീസേഴ്സ്, എംപ്ലോയീസ്, അതെല്ലാം പറഞ്ഞു. സിൻസ് മാനേജ്മെന്റ് അത് ചെയ്യാത്ത പക്ഷം we should decline the engagement because an auditor will not accept or continue a limited engagement. Preconditions fulfill ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4C. SA 705 modifications to the opinion in the independent auditor deals with circumstances in which the auditor is required to modify the opinion. Explain this statement and also state the objective of auditor under 705. ഓക്കെ, ഇത് അഗൈൻ ഭയങ്കര 4 ഒക്കെ ആയപ്പോഴത്തേക്കും സിമ്പിളായി. ആ 3Aയും 3Bയും മാത്രമേ ജനറൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. 3C വാസ് സിമ്പിൾ, 4C ഇസ് ഓൾസോ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ഒരു ഓഡിറ്റർ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുക? SA 705 പ്രകാരം ഓഡിറ്റർ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുന്നത് 2 സിറ്റുവേഷൻസിലാണ്. വൺ, if the auditor obtains sufficient appropriate evidence that there is a misstatement which is material. Okay, if the auditor obtains sufficient appropriate evidence that there is a misstatement which is material, that is one situation. Or if the auditor is unable to obtain audit evidence about a potential misstatement which could be material. So lack of audit evidence എന്നുള്ള സിറ്റുവേഷൻ കാരണമോ അല്ലെങ്കിൽ എവിഡൻസ് കിട്ടി മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ 2 സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുക. അങ്ങനെ മോഡിഫൈ ചെയ്യാൻ തീരുമാനിച്ചാൽ മോഡിഫൈഡ് ഒപ്പീനിയൻ കുഡ് ബി ഓഫ് 3 types: ക്വാളിഫൈഡ്, അഡ്വൈസ് ഓർ ഡിസ്ക്ലെയിമർ. അതെങ്ങനെയാണെന്നുള്ളതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദേ ആർ ഓൺലി ആസ്കിംഗ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് യു വിൽ മോഡിഫൈ. ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം ക്വാളിഫൈഡ് അപ്പോൾ കൊടുക്കും, അഡ്വൈസ് അപ്പോൾ കൊടുക്കുന്നതിലോട്ട് പോയാൽ മതി. സർക്കംസ്റ്റാൻസസ് 2 സിറ്റുവേഷൻസ്: ഒന്നുകിൽ യു ഗെറ്റ് എവിഡൻസ് ദാറ്റ് ദർ ഇസ് എ മിസ്റ്റേറ്റ്മെന്റ്, ഓർ അല്ലെങ്കിൽ യു ആർ നോട്ട് ഗെറ്റിംഗ് എ മിസ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെന്റ് വിച്ച് കുഡ് ബി മെറ്റീരിയൽ, അല്ലേ? ആൻഡ് സ്റ്റേറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓഡിറ്റർ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റർ എന്തുവാ? ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ വിൽ ഹാവ് ടു മോഡിഫൈ ദി ഒപ്പീനിയൻ വി എക്സ്പ്രസ് ഇൻ ദി റിപ്പോർട്ട്. SA 700ന്റെ എന്താ ഒബ്ജക്റ്റീവ്? പേരെന്തുവാ? ഫോമിംഗ് എൻ ഒപ്പീനിയൻ ഓൺ റിപ്പോർട്ടിംഗ് ഓൺ ദി എഫ് എസ്. ആ ഒപ്പീനിയനെ മോഡിഫൈ ചെയ്യുന്നതാണ് SA 705ന്റെ ഒബ്ജക്റ്റീവ്, അല്ലാണ്ട് വേറെ ഒബ്ജക്റ്റീവ് ഒന്നുമില്ല. ആൻഡ് മോഡിഫൈ ചെയ്യുന്ന എപ്പോഴാണ്? ഈ സർക്കംസ്റ്റാൻസസിലാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. മോഡിഫിക്കേഷൻസ് പ്രകാരം ഡീൽസ് വിത്ത് ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ഇഷ്യൂ an appropriate report in the circumstances when forming an opinion, when the auditor concludes that there is a modification. Okay, SA 700 ഒബ്ജക്റ്റീവ് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ടിലത്തെ ഒപ്പീനിയനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്, അല്ലാണ്ട് വേറെ ഒബ്ജക്റ്റീവ് ഇല്ല. The objective of the auditor to express this essay also deals with how the form, content, and affection of audit report will be affected. The objective of the auditor is to express clearly and appropriately modified opinion. ഏത് സിറ്റുവേഷൻസിലാണ്? Auditor concludes that evidence കിട്ടി, based on the evidence there is misstatement. FS is not free from misstatements. അതായത് misstatements ഉണ്ട്. Or you are unable to obtain sufficient evidence to conclude whether the FS could be materially misstated. FSൽ material misstatements ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ പോസിബിൾ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാവുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എവിഡൻസ് കിട്ടാതെ പോകുന്നു. ഈ 2 സിറ്റുവേഷൻസിലാണ് നമ്മൾ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ സ്മോൾ ക്വസ്റ്റ്യൻ. കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5A. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് നോക്കിയതാണ് ക്വസ്റ്റ്യൻ്റെ. ഇൻഹെറന്റ് ലിമിറ്റേഷൻസ്. വിത്ത് റെഫറൻസ് ടു ഇൻഹെറന്റ് ലിമിറ്റേഷൻ എക്സ്പ്ലെയിൻ വൈ ദ ഓഡിറ്റർ കനോട്ട് ഒബ്റ്റെയിൻ അബ്സൊല്യൂട്ട് അഷുറൻസ്. ഇതൊക്കെ വളരെ ബേസിക് തുടക്കത്തിൽ പഠിക്കുന്ന സംഭവമല്ലേ. എന്തുകൊണ്ട് ഓഡിറ്ററിന് അബ്സൊല്യൂട്ട് അഷുറൻസ് പറ്റുന്നില്ല? ബിക്കോസ് നമുക്ക് കിട്ടുന്ന എവിഡൻസ് കൺക്ലൂസീവ് എവിഡൻസ് അല്ല, പെർസ്വേസീവ് എവിഡൻസ് മാത്രമായ ഓഡിറ്റർ കിട്ടേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് അതെന്തുകൊണ്ടാണ്? ഇസ് ബിക്കോസ് ഓഫ് ദ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഇൻഹെറന്റ് ആയിട്ടുള്ള സഹജമായിട്ടുള്ള ലിമിറ്റേഷൻസ്. ഓൾസോ എക്സ്പ്ലെയിൻ ഹൗ ദ സിറ്റുവേഷൻ ഇലിസ്ട്രേറ്റ്സ്. ആർ ദേ ആസ്കിംഗ് ദ ഫുൾ ഇലിസ്ട്രേഷൻസ്? ദേ ആർ നോട്ട് ആസ്കിംഗ് ദ എല്ലാ ലിമിറ്റേഷൻസും അല്ല ഇവിടെ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റൻ ജസ്റ്റ് ഒരു സർട്ടൻ ആസ്പെക്ട് മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ ലിമിറ്റേഷൻസും ചോദിക്കുന്നില്ല. Just read the question here. During the audit of Himani Electronics, the auditor identifies that several purchase bills with proper stamps and signatures etc. have been processed and paid. പല പർച്ചേസ് ബിൽസ് കണ്ടു, അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. However, during verification, the auditor observes that the goods relating to some of these bills has never been received. പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് കാണുന്നുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റും പോയിട്ടുണ്ട്, പക്ഷേ സാധനം വന്നിട്ടില്ല. On inquiry, it is discovered that the accountant responsible for the purchase bills, processing the purchase bills and authorized person in the goods receiving section has colluded. അപ്പോൾ അക്കൗണ്ടൻറ്റും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റും ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളും തമ്മിൽ കൊലൂഷൻ, ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ട്. കൊലൂഷൻ മീൻസ് കൺസ്പിറസി. അലോയിങ് ഫോൾസ് ബിൽസ് ടു അപ്പിയർ. അപ്പോൾ ഇല്ലാത്ത പർച്ചേസ് ബില്ലുകൾ വന്നേക്കുന്നത്. അതായത് ഓക്കെ, സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, എന്നിട്ട് സാധനം ആക്ച്വലി മേടിക്കത്തില്ല. പർച്ചേസ് ചെയ്തു എന്ന് വെറുതെ കള്ളം പറയാനായിട്ട് ഒരു ഫേക്ക് പർച്ചേസ് ബില്ല് ഉണ്ടാക്കുന്നുണ്ട്. പേയ്മെൻറ്റ് പോയിന്ന് ചുമ്മാ കാണിക്കുന്നുണ്ട്, പക്ഷേ പേയ്മെൻറ്റ് ഇവന്മാർ രണ്ടും സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്.
കമ്പനിയുടെ പൈസ മുട്ടിക്കുന്നു. ക്ലാസിക് മിസ്അപ്രോപ്രിയേഷൻ, എംപ്ലോയി ലെവൽ ഫ്രോഡ്. Management argues that because of proper internal control existed, auditor should have detected such misstatements and prevented their. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റ് ഇവിടെ പറയുവാണ് അവർക്ക് പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഓഡിറ്റർ ആണ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യേണ്ടത്. നോ, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ഇസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ. മാനേജ്മെന്റ് കണ്ടൻഷൻ ഇസ് റോങ്. Auditor can never be able to give absolute assurance because we are never getting conclusive evidences. The evidence which we get is only persuasive nature because of the inherent limitations. One of the limitation of audit is limitations in the nature of financial reporting prakaram. The FS preparation involves a lot of judgments taken by the management. In the nature of audit procedure, we depend upon the management to provide us with all the informations. Management who are fraudulent, fraud type of, for example, fraud, collusion is a fraud. Fraud involves sophisticated and carefully organized scheme which is designed to conceal itself. So management who are dishonest may make auditors believe some things which are not there. Management who are dishonest may make the auditor give a false opinion. If the management deliberately provides the misinformation, we are at a disadvantage. There are limitations. Also, auditor does not have the powers of an investigator. We don't have the power to conduct a arrest, സെർച്ച്, സീഷർ എക്സെട്ര, കോൺഫിസ്കേഷൻ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ട് മാനേജ്മെന്റ് പറഞ്ഞത് തെറ്റായി, ഫ്രോഡ് ഡിറ്റക്ഷൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റനൊക്കെ എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ എടുത്തലക്കി ഒരു പേജ് നിറയുന്ന രീതിയിൽ എഴുതാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ലിമിറ്റേഷൻസിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ് വന്നേക്കുന്നത്. ഓക്കെ, ദി ഓഡിറ്റർ കനോട്ട് ഒബ്റ്റെയിൻ അബ്സൊല്യൂട്ട് അഷുറൻസ് ദാറ്റ് ദി FS is free from misstatement because audit suffers from various inherent limitations. Preparation of the FS involves various judgments by the management. These judgments involve a lot of uncertainties. Therefore, auditor may not be able to obtain absolute assurance. One of the premise for conducting an audit is that management should acknowledge this responsibility for the preparation of FS and also devising controls. However, such controls may not have been operated to produce reliable financial reporting because of their own limitations. Okay, so in this question, ക്വസ്റ്റ്യനിൽ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് പറയുവാണ്, ആർഗ്യൂസ് ദാറ്റ് ദർ ആർ പ്രോപ്പർ കൺട്രോൾസ്. ശരിക്കും പ്രോപ്പർ കൺട്രോൾസ് ഇല്ലല്ലോ, അവിടെ സർക്കംവെൻഷൻ സംഭവിക്കില്ലേ. ഇവിടെ ഇന്റേണൽ കൺട്രോൾസിലെ ലിമിറ്റേഷൻ കൂടി അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, SA 200 നമ്മൾ പഠിക്കുന്ന ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസിൻ്റെ ടോപ്പിക്ക് പ്ലസ് ഇന്റേണൽ കൺട്രോൾ ചാപ്റ്ററിലത്തെ ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഇത് രണ്ടും അവർ ഈ ക്വസ്റ്റിലോട്ട് മർജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ലിമിറ്റേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ, വൺ ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇസ് ഈ പോയിന്റ് ആണ്. അതായത് ജഡ്ജ്മെന്റ് ബൈ ദ മാനേജ്മെന്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതേപോലെ റിസ്ക് അസസ്മെന്റ് തെറ്റാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു പോയിന്റ് ഉണ്ട്, പിന്നെ കൊല്യൂഷൻ അമംഗ് ദി എംപ്ലോയീസ് എന്നൊരു പോയിന്റ് സ്പെസിഫിക് ആയിട്ട് ഇന്റേണൽ കൺട്രോളിന്റെ ലിമിറ്റേഷൻസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ അതും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്റേണൽ കൺട്രോൾസ് എല്ലാം ഇവിടെ it is the responsibility of the management to prepare the FS and implement internal controls. And these internal controls are not false proof. Internal controls like എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ഇതേപോലത്തെ കൊല്യൂഷൻ സംഭവിക്കുന്ന സിറ്റുവേഷൻസിൽ ഇന്റേണൽ കൺട്രോൾസ് ക്യാൻ ഗോ വീക്ക്. ലിമിറ്റേഷൻസിൽ നോക്കിയേ, റോൾ ഓഫ് ഹ്യൂമൻ ജഡ്ജ്മെന്റ്, ഇൻഎഫക്റ്റീവ് ഓപ്പറേഷൻ ഓഫ് കൺട്രോൾ, കൊല്യൂഷൻ അമംഗ് എംപ്ലോയീസ് ക്യാൻ ഹാപ്പൻ. അതാണ് ഈ ക്വസ്റ്റിൽ ശരിക്കും സംഭവിക്കുന്നത്, ഫ്രോഡാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് ഓഡിറ്ററിന് ഇവിടെ അബ്സൊല്യൂട്ട് അഷുറൻസ് കൊടുക്കാൻ പറ്റാത്തത് എന്ന് അവർ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ക്വസ്റ്റിൻ്റെ. ഓക്കെ, in Himani Electronics, management devised a control for recording the purchase bills etc. But this control was meant to ensure genuine purchases. However, അവിടെ കൊല്യൂഷൻ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഓവർ റൈഡിങ് ഓഫ് കൺട്രോൾ സംഭവിച്ചു. അതുകൊണ്ട് ഇന്റേണൽ കൺട്രോൾസിന്റെ ലിമിറ്റേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കൊല്യൂഷൻസ് എല്ലാം സംഭവിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ഇൻഹർ ലിമിറ്റേഷൻസോട് അവർ തിരിച്ചു പോയി. അപ്പോൾ അവരുടെ ഇന്റേണൽ കൺട്രോൾ ലിമിറ്റേഷൻസും SA 200 ലിമിറ്റേഷൻസും നമ്മുടെ ഇൻഹർ ലിമിറ്റേഷൻസും, ഇന്റേണൽ കൺട്രോളിലെ ലിമിറ്റേഷൻസും നമ്മളുടെ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് രണ്ടും കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫ്രോഡ് സംഭവിക്കുന്നത് കൊണ്ട് ഇന്റേണൽ കൺട്രോൾ ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ SA 200 ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്, we depend, nature of audit procedures means what? We depend upon the management and its accounting system and internal control system to provide us with valid information. If the management consists of dishonest persons, they can cause us to give a wrong opinion. ആ ഒരു സിറ്റുവേഷൻ, അതുകൊണ്ട് അബ്സൊല്യൂട്ട് അഷുറൻസ് പറ്റത്തില്ല. ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അബ്സൊല്യൂട്ട് അഷുറൻസ് പറ്റത്തില്ല, പിന്നെ എന്ത് അഷുറൻസേ പറ്റത്തുള്ളൂ, റീസണബിൾ അഷുറൻസേ പറ്റത്തുള്ളൂ എന്നൊരു ആസ്പെക്റ്റും കൂടി വേണമെങ്കിൽ പറയാം. 5B, ABS Limited has several fixed deposits with banks. State the audit procedures we should perform to verify interest income. Audit of different items chapter ആണ്. ഇൻട്രസ്റ്റ് ഇൻകത്തിനെ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റത്തിൽ
15 ഐറ്റത്തിൽ ആദ്യത്തെ 10 ഐറ്റത്തിലാണ് മറ്റേ ഫ്രെയിം വർക്ക്. അതിലൊരെണ്ണമാണ് ഈ ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ പോർഷൻ ഐ വിൽ ഷോ യു ദാറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം എത്രാമത്തെ ഐറ്റം ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. പേജ് നമ്പർ 5.97 ആ 5th ചാപ്റ്ററിൻ്റെ ഏതാണ്ട് 100ാമത്തെ പേജ് എത്താറാകുമ്പോൾ ഇവിടെ അതർ ഇൻകംസിനെ പറ്റി പറയുന്നു. ഇൻട്രസ്റ്റ് ഇൻകം, ഗെയിൻ ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ. അതിൽ ഇൻട്രസ്റ്റ് ഇൻകം എങ്ങനെ വെരിഫൈ ചെയ്യണമെന്ന് ഒരു 1, 2, 3, 4, 5, 6 പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ 6 പോയിന്റാണ്. ഫോർ വെരിഫൈങ് ദ ഇൻട്രസ്റ്റ് ഇൻകം ഓൺ FD, എത്ര FD ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് ആദ്യം വാങ്ങിക്കുക. ഒബ്റ്റെയിൻ ലിസ്റ്റ് ഓഫ് ഓൾ ദ FD വിച്ച് ഇസ് ഓപ്പൺ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ പീരിയഡ്. എത്ര ദിവസമായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള FD ആണ് അല്ലേ. എത്ര ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യണം എത്ര FD ഉണ്ട്, എത്ര ദിവസമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, ഓരോന്നിൻ്റെ റേറ്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കണം. 31st മാർച്ചിൽ ക്ലോസ് ആവാത്ത FDs ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും കൺഫർമേഷൻ റിക്വസ്റ്റ് വാങ്ങിക്കണം. പിന്നെ കൃത്യമായിട്ട് ബാങ്കിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വാങ്ങിച്ച് അതുമായിട്ട് കമ്പയർ ചെയ്യാം. 26 AS പോലത്തെ ഇൻകം ടാക്സ് റെക്കോർഡ്സ് നോക്കിയിട്ട് TDS പിടിച്ചതിൻ്റെ കണക്ക് ഒക്കെ നോക്കി റീകമ്പ്യൂട്ട് ചെയ്തിട്ട് ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് ശരിക്കും അക്രൂ ചെയ്തിട്ടുണ്ട്, അത്രയും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഇതൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. ഒബ്റ്റെയിൻ എ ലിസ്റ്റ് ഓഫ് ഓൾ ദി FD ഓപ്പൺ ഡ്യൂറിംഗ് ദ പീരിയഡ് അലോങ് വിത്ത് ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് നമ്പർ ഓഫ് ഡേയ്സ്. വെരിഫൈ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് നമുക്ക് റീകമ്പ്യൂട്ട് ചെയ്ത് നോക്കാം ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ. ഫോർ ഡെപ്പോസിറ്റ്സ് വിച്ച് ഇസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ പീരിയഡ് ആൻഡ് കൺഫർമേഷൻ ഫ്രം ദ ബാങ്ക് നേരിട്ട് വാങ്ങിക്കാം. ഒബ്റ്റെയിൻ കൺഫർമേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ബാങ്ക് ത്രൂ ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വാങ്ങിക്കാം. ഓൾസോ 26 ASന്റെ TDS പിടിച്ചതിൻ്റെ കണക്ക് വാങ്ങിക്കാം. ആൻഡ് റീകൺസൈൽ ദി ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻട്രസ്റ്റിന് മേലൊക്കെ TDS പിടിക്കുന്നത് 10%. അപ്പോൾ 10,000 രൂപയുടെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ 10,000 ഡിവൈഡ് ബൈ 10%, 1 lakhന്റെ ഇൻട്രസ്റ്റ് ഇൻകം അക്രൂ ആയിട്ടുണ്ടോ, റീകൺസൈൽ ചെയ്ത് റീകമ്പ്യൂട്ട് നോക്കുക. അപ്പോൾ യെസ്, ഈ 6 പോയിന്റ് തന്നെ ആയിരിക്കണം ഇവിടത്തെയും ആൻസർ വന്നേക്കുന്നത്. ലിസ്റ്റ് ഓഫ് ഓൾ ദി FD along with number of days ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അരിത്മെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യേണ്ട റീകമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. ഡെപ്പോസിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡയറക്റ്റ് കൺഫർമേഷൻ വാങ്ങിക്കുക. ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ കൺഫർമേഷൻ ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വാങ്ങിക്കുക. 26 AS വാങ്ങിക്കുക. സെയിം പോയിന്റ്സ്. ഓക്കെ, 5C. വെരി ടയർഡ്. Sunrise Degree College appointed you as the auditor of financial year. Students fees register, cash book entries. Okay, again audit of different entities chapter. Audit of different entities na നിറയെ ക്വസ്റ്റ്യൻ വെയിറ്റേജ് വരുന്നുണ്ട്. ഐ തിങ്ക് മോർ ദാൻ ബാങ്ക് ഓഡിറ്റ് MTP 2 ഫോക്കസ് ചെയ്യുന്നത് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആണ്. ട്രെൻഡായിട്ടൊക്കെ പറയാൻ പേടിയായി കാര്യം. കാരണം ബാങ്ക് ഓഡിറ്റും ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസും രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 16 മാർക്ക് എന്നൊക്കെയാണ് IC മറ്റേ സിലബസ് വെയിറ്റേജിൻ്റെ ഒരു PDF പണ്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടും ചേർത്തിട്ട് 16 മാർക്ക്. പക്ഷേ ഫ്രം MTP 2 ഇറ്റ് സീംസ് ദാറ്റ് ബാങ്ക് ഓഡിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. ആകെപ്പാടെ മറ്റേ ഒരു ക്വസ്റ്റ്യൻ മാത്രം എൻഗേജ്മെൻറ്റ് ടീം ഡിസ്കഷൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. പക്ഷേ ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് നിന്ന് ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ റെസിപ്റ്റ് ഓഡിറ്റ് ഓഫ് റെസിപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. സോ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം ദിസ് ചാപ്റ്റർ ആക്ച്വലി ദിസ് ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺസെപ്റ്റ് ഒന്നും വെച്ച് പറയാൻ പറ്റുന്ന ടോപ്പിക് അല്ല ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിലത്തെ മിസ്സെലേനിയസ് എൻറ്റിറ്റീസ്. സ്കൂള്, ഹോസ്പിറ്റൽ, ഹോട്ടൽ, ക്ലബ്ബ്, തിയേറ്റർ, അത് ഏത് ചോദിച്ചാലും അതിൽ ഇപ്പോൾ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഈ സ്കൂൾസിൻ്റെ ഫീസ് കളക്ഷൻ. ഇപ്പോൾ ഈ ക്വസ്റ്റൻ അതാണ്. സ്കൂൾ അല്ലെങ്കിൽ കോളേജിൻ്റെ ഫീസ് കളക്ഷനെ സംബന്ധിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, തിയേറ്ററിൻ്റെ റെസിപ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, NGOസിൻ്റെ, അത് ഒരു ICA ഫേവറേറ്റ് ക്വസ്റ്റൻ. ഇപ്പോൾ NGOസിൻ്റെ ഡൊണേഷൻ റെസിപ്റ്റുകൾ എങ്ങനെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റിൻ്റെ യൂട്ടിലൈസേഷൻ എങ്ങനെ ചെക്ക് ചെയ്യും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന നിങ്ങൾ 2-3 ഐറ്റംസ് ഒന്ന് ICA മെറ്റീരിയൽ നോക്കി റെഡിയാക്കി വെക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പണ്ട് യൂഷ്വലി അവർ ചോദിച്ചിരുന്നു ഇങ്ങനെ, അതായത് പൊതുവേ റൈറ്റ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഫോർ എ തിയേറ്റർ സ്കൂൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഫ്രെയിം വർക്കൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ വിബ്ജിയോർ 7 കളറൊക്കെ വെച്ചിട്ടൊരു കോഡിംഗ് ഒക്കെ വെച്ച് പഠിച്ചിട്ടില്ല. അതായത് ആദ്യം നമ്മൾ മറ്റേ ചെക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് ആക്ട് പ്രകാരം അത് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ്, അതിൻ്റെ ചാർട്ടർ ഡോക്യുമെൻറ്റ്സ്, 3 ഇൻഫ്ലോസ്, 3 ഔട്ട്ഫ്ലോസ്, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, കൺട്രോൾസ്, അസറ്റ്സ് ലയബിലിറ്റി. ദാറ്റ് വാസ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ബട്ട് നൗ ഡേയ്സ് റൈറ്റ് എൻ ഓഡിറ്റ് പ്രോഗ്രാം ഫോർ എ സ്കൂൾ, റൈറ്റ് എൻ ഓഡിറ്റ് പ്രോഗ്രാം ഫോർ എ ഹോട്ടൽ, അങ്ങനെ അവർ ചോദിക്കുന്നില്ല. അവർ സ്പെസിഫിക് ആണ്, ലൈക്ക് സ്കൂളിൻ്റെ ഫീസ് കളക്ഷൻ എങ്ങനെ വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസിൽ ഈ ക്വസ്റ്റ്യനത്തെ ഡേറ്റ നോക്കിയിട്ട് ആ ഡേറ്റ തന്നെ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് തന്നെ കുറേ ക്ലൂസ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സൺറൈസ് ഡിഗ്രി കോളേജ് അപ്പോയിൻറ്റഡ് യു ആസ് ദ ഓഡിറ്റർ. യു ഒബ്സർവ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഈ സ്കൂളിലത്തെ ഈ കോളേജിലത്തെ വിശേഷങ്ങൾ? ദ സ്റ്റുഡൻസ് ഫീസ് രജിസ്റ്റർ ഷോഡ് സെവറൽ നെയിംസ് ഫോർ ഹും നോ ഫീസ് വെയർ റെക്കോർഡഡ് ഫോർ സർട്ടൻ മന്ത്സ്. ഫീസ് രജിസ്റ്ററിൽ പല പേരിൻ്റെയും സൈഡിൽ ഫീസ് റെക്കോർഡ് ചെയ്തിട്ടില്ല.
ഓൺ എൻക്വയറി ദി അക്കൗണ്ടന്റ് സ്റ്റേറ്റഡ് ദാറ്റ്, നമ്മൾ ചോദിച്ചപ്പോൾ അക്കൗണ്ടന്റ് പറയുന്നത് ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ ആക്ട് ആസ് എവിഡൻസ് ഓഫ് സ്റ്റുഡൻസ് ഓൺ റോൾ ആൻഡ് നോ ഇൻഡിപെൻഡൻറ്റ് ചെക്ക് വാസ് പെർഫോം ടു എൻഷുർ ഫീസ് ഡിമാൻഡ്. അപ്പോൾ ഫീസ്, അപ്പോൾ എന്തുകൊണ്ടാണ് ചില കുട്ടികളുടെ പേരിൻ്റെ സൈഡിൽ ഫീസ് ഇല്ലാത്തെന്ന് ചോദിക്കുമ്പോൾ ഫീസ് എന്താ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിയിട്ട് തന്നെയാണ് ഫീസ് നോക്കുന്നത്. അറ്റൻഡൻസ് രജിസ്റ്ററിലത്തെ പേര്, സ്കൂളിലത്തെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ എത്ര കുട്ടികളുടെ പേരുണ്ടോ ആ കുട്ടികളുടെ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫീസും വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ നിന്ന് ഫീസും വാങ്ങിക്കത്തില്ല. അതേപോലെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ നിന്ന് ഫീസ് വാങ്ങിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കൺട്രോൾസ് ഒന്നും ഇല്ല. അപ്പോൾ യെസ്, മെയിൻ ക്വസ്റ്റൻ ഇതാണ്, ആസ് ദി ഓഡിറ്റർ എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് പ്രൊസീജിയർ ടു റിഗാർഡിങ് ഫീസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ, സ്റ്റുഡൻസ് ഫീസ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ, ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ റോൾ നമ്പറൊക്കെ വെച്ചിട്ട് അറ്റൻഡൻസ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണോ, അറ്റൻഡൻസ് രജിസ്റ്ററിൽ കംപ്ലീറ്റ് ആണോ, കാരണം അറ്റൻഡൻസ് രജിസ്റ്റർ തന്നെയാണ് അവർ സ്റ്റുഡൻസ് ഫീസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ കംപ്ലീറ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓൺ എൻക്വയറി ദി അക്കൗണ്ടന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ class of attendance stated that class attendance register itself is the evidence of students on roll and no independent checks was performed. So we have to check whether such attendance registers are complete or not. You noticed that receipt counterfoils were not being compared with cash book entries regularly, while the college normally issued receipts through its regular pre-numbered receipt book in some cases. ഓക്കെ, അപ്പോൾ കൗണ്ടർ ഫോയിൽസ് ക്യാഷ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അത്തരം കൺട്രോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. യു നോട്ടീസ് ദാറ്റ് റെസിപ്റ്റ് കൗണ്ടർ ഫോയിൽസ് വർ നോട്ട് ബീങ് കമ്പയർഡ്. ഹാൻഡ് റിട്ടൺ മാനുവൽ റെസിപ്റ്റ്സ് വർ ഇഷ്യൂഡ്, അതൊരു കൺട്രോൾ ഫെയിലിയർ ആണ്. ദീസ് മാനുവൽ റെസിപ്റ്റ്സ് വർ ഔട്ട്സൈഡ് ദ നോർമൽ കൺട്രോൾ പ്രോസസ്. ഫ്യൂ സ്റ്റുഡൻസ് ഹാഡ് പെയ്ഡ് ഫീസ് ഓൺ ദ നെക്സ്റ്റ് ടേം ഇൻ അഡ്വാൻസ് ആയിട്ട് ചിലർ പൈസ പേ ചെയ്തിട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതിന് ഈ വർഷത്തെ കട്ട് ഓഫ്, ദ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ കട്ട് ഓഫ്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ പൈസ ഈ വർഷം, അടുത്ത ടേമിലോട്ടുള്ള പൈസ ചില കുട്ടികൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുമ്പോൾ അതിനെയും കറണ്ട് ഇയറിന് ഇങ്ങോട്ട് കാണിക്കുകയാണ്. സോ ഇൻകം കുഡ് ബി മിസ്റ്റേറ്റഡ്. അഡ്മിഷൻ ഫീസ് കളക്ടഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെഷൻ വാസ് ക്രെഡിറ്റഡ് ടു എ ജനറൽ ഫണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റേഷൻ ഫണ്ട്. അതായത് മറ്റേ ഡൊണേഷൻ വാങ്ങിക്കുന്നത് റീഫണ്ടബിൾ അല്ലേ, കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞ് പോകുമ്പോൾ റീഫണ്ട് ചെയ്യേണ്ട പൈസനെ അവർ സെപ്പറേറ്റ് ക്യാപിറ്റൽ ഫണ്ടിലോട്ട് മാറ്റുന്നില്ല, അവരുടെ ജനറൽ റിസർവ്സിലൂടെ ഒരു തട്ടുവാണ്. ദാറ്റ് ഇസ് റോങ്. There were cases where concessions and free studentships were granted without proper approval. അപ്പോൾ അതും ഒരു കൺട്രോൾ ഫെയിലിയർ ആണ്. ആസ് ദി ഓഡിറ്റർ എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യു വുഡ് പെർഫോം റിഗാർഡിംഗ് ദ ഫീസ് ഫ്രം സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിതൊക്കെ ചെക്ക് ചെയ്യുക, ഈ കൺട്രോൾസ് ഉണ്ടോ, ഓതറൈസേഷൻ, കുട്ടികൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് ഓതറൈസേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൗണ്ടർ ഫോയിൽസ് കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ക്യാഷ് ബുക്കുമായിട്ട് ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അറ്റൻഡൻസ് രജിസ്റ്ററിൽ എല്ലാ കുട്ടികളുടെയും പേരുണ്ട് എന്ന് നമ്മൾ ഡയറക്റ്റ് കൺഫർമേഷൻ വാങ്ങിക്കണം. ദീസ് ആർ ദ പ്രൊസീജിയേഴ്സ് വി ഹാവ് ടു ഡു. അപ്പോൾ അവർ തന്നേക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും ആൻസർ പോകുന്നത്. ഫസ്റ്റ്, ചെക്ക് ദ നെയിംസ് എൻറ്റേർഡ് ഇൻ ദ സ്റ്റുഡൻസ് ഫീസ് രജിസ്റ്റർ ഫോർ ഈച്ച് മന്ത്, ടേം എക്സെട്ര ഫോർ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സസിലും എത്ര കുട്ടികളുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും പേരും റോൾ നമ്പറും വെരിഫൈ ചെയ്യുക. ചെക്ക് ദ ഫീസ് റിസീവ്ഡ് ബൈ കമ്പയറിംഗ് ദ കൗണ്ടർ ഫയൽസ് വിത്ത് ദ ക്യാഷ് ബുക്ക്. ടോട്ടൽ ദ കോളംസ് ഓഫ് ഓൾ ദ ഫീസ് രജിസ്റ്റർ ഫോർ ഈച്ച് മന്ത് ഓർ ടേം and ensure that fees paid in advance is not accounted in the current year. Cut off check ചെയ്യുക. Check admission fees with the admission slip signed by the head of the institution and confirm that amount has been ഈ ക്യാപിറ്റേഷൻ ഫീസിലെ കിട്ടിയിട്ടുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, ഫ്രീ സ്റ്റുഡൻഷിപ്പും കൺസെഷൻസും ഓതറൈസേഷൻ ഇല്ലാണ്ട് വല്ലതും പോയിട്ടുണ്ടോ, കൺഫേം ദാറ്റ് എനി ഫൈൻസ് ഫോർ ലേറ്റ് പേയ്മെൻറ്റ് എക്സെട്ര ആർ ഓൺലി കളക്റ്റഡ് ആൻഡ് റെമിറ്റഡ് അണ്ടർ പ്രോപ്പർ അതോറിറ്റി, കൺഫേം ഹോസ്റ്റൽ ഫീസ് ഒന്നും ഇവിടെ ഹോസ്റ്റൽ ഫീസ് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ടോപ്പിക്സ് ആണ്. ഇതിലിപ്പോൾ കൺസെപ്റ്റ് എന്താണ്, ഈ ചാപ്റ്ററിൽ ഇങ്ങനെയല്ല. തിയേറ്ററിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഫീസുമായിട്ട് മറ്റേ സ്നാക്സും ഓൺലൈൻ ടിക്കറ്റും ഓഫ്ലൈൻ ടിക്കറ്റും റിഫ്രഷ്മെൻറ്റും ഒക്കെ ആയിട്ട് മാറും. സെയിൽ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, ഷോ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ അങ്ങനത്തെയൊക്കെ വരും. ഹോസ്പിറ്റൽസ് ആകുമ്പോൾ അത് ഫാർമസി ഇൻകവും മറ്റേ ഡയഗ്നോസ്റ്റിക് സർവീസസും റൂം റെൻ്റൽസും ഇൻ പേഷ്യൻറ്റ് ബില്ലിങ്ങും അങ്ങനെയായിട്ട് മാറും. സോ യു ജസ്റ്റ് നീഡ് ടു ഫെമിലറൈസ് വിത്ത് ദ വേർഡ്സ് യൂസ്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കണം എന്നേ ഉള്ളൂ. അതൊരു വൺ ടൈം റീഡ് പോലെ വെച്ചിരുന്നാൽ മതി. ഇതിലിപ്പോൾ ഏത് ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് വൺ ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട്. ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഹോട്ടൽ, അല്ലെങ്കിൽ സ്കൂൾ, അല്ലെങ്കിൽ തിയേറ്റർ, ഇത് വരാൻ ചാൻസ് വളരെ ഹൈ ആണ്. SS 706 EOMP ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, EOMP തന്നെ ഒരു ചെറിയ essay ആണ്, അതിലൊന്നും പറയുന്നില്ല. വാട്ട് ഈസ് ദ ക്വസ്റ്റൻ? ഗിവ് എക്സാമ്പിൾസ് ഓഫ് സർക്കംസ്റ്റാൻസസ് വെയർ യു മേ കൺസിഡർ ഇറ്റ് നെസസറി ടു ഇൻക്ലൂഡ് ആൻ EOMP. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കൊടുക്കുന്ന സർക്കംസ്റ്റാൻസ് എന്തൊക്കെയാണ്? ഇത് ഡയറക്റ്റ് തിയറിയാണ്. അതായത് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിന്റെ ഉദ്ദേശം എന്താ? ദ ഓഡിറ്റർ വാണ്ട്സ് ടു ഹൈലൈറ്റ് സംതിങ് ടു ദി അറ്റൻഷൻ ഓഫ് ദ യൂസേഴ്സ്.
അല്ലേ, നാട്ടുകാരെ ഓടി വരൂ ഇങ്ങോട്ട് നോക്കൂ എന്ന് ഓഡിറ്റർ വാണ്ട്സ് ടു ഹൈലൈറ്റ് സംതിങ് ടു ദി അറ്റൻഷൻ ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇഫ് വാട്ട് ഈസ് ബീങ് ഹൈലൈറ്റഡ് ഈസ് സംതിങ് വിച്ച് ഇസ് ഓൾറെഡി ദെയർ ഇൻ ദി എഫ് എസിൽ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് ഇൻ ദ EOMP. അതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റത്തെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. ഈ ടോപ്പിക്ക് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അഗെയിൻ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു കാറ്റഗറി അല്ല, ജസ്റ്റ് നോക്കി വെക്കുക. 5 സർക്കംസ്റ്റാൻസ് ഉണ്ട്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന സർക്കംസ്റ്റാൻസ് എഫ്എസിലത്തെ കാര്യങ്ങളാണല്ലോ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്തേ ഏതെങ്കിലും ഒരു കണ്ടിൻജന്റ് ഇവന്റ് സംഭവിച്ചു, ഓർ എനി കറ്റാസ്ട്രോഫി ലൈക്ക് എർത്ത് ക്വേക്ക്, ഫ്ലഡ്, ടൈഫൂൺ അങ്ങനെയൊക്കെ സംഭവിച്ചു, വിച്ച് ഇസ് ഗോയിങ് ടു ഹാവ് എൻ ഇമ്പാക്ട് ഓൺ ദി എഫ് എസ്. അത്തരം സിറ്റുവേഷൻസ് എഫ് എസിൽ നോട്ട്സ് ടു അക്കൗണ്ട്സിലൊക്കെ കടത്തിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ AS4 പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ വി വിൽ ഹൈലൈറ്റ് ദാറ്റ് ഓൾസോ ഇൻ ദ EOMP. പിന്നെ നമ്മുടെ SA 560 പഠിച്ചിട്ടുള്ള സബ്സിക്വന്റ് ഇവൻസ്, സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള സബ്സിക്വന്റ് ഇവൻസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ SA 560 പ്രകാരമുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനൊരു ഇവന്റ് സംഭവിച്ചിട്ടുണ്ട്, എഫ് എസിൽ അത് അഡ്ജസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, ആ കാര്യം നമ്മളിവിടെ EOMPയിൽ വേണമെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഏർലി ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ASലൊക്കെ വരെ ചേഞ്ച് വന്നു, ഇപ്പോൾ AS മാറി IND AS വരാൻ പോകുന്നു എന്ന് വിചാരിക്കാം. എല്ലാ കമ്പനികൾക്കും IND AS മാൻഡേറ്ററി ആക്കി എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കാരണം എഫ് എസിൽ എത്ര എഫക്റ്റ് വന്നിട്ടുണ്ട്, എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ EOMPയിൽ ഹൈലൈറ്റ് ചെയ്യാം. അതായത് ഈ എമൗണ്ടിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇത്രയും പെർസെൻറ്റേജ് ചേഞ്ച് വന്നിരിക്കുന്നത് ഈ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് കാരണമാണ്. എല്ലാ വർഷവും വേണ്ട, ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഒരു അക്കൗണ്ടിങ് പോളിസി ആദ്യമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന നമുക്ക് വി ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് ദി യൂസേഴ്സ് ഓൾസോ നോ, എടാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, നോക്കിയേ, അത് നോക്കിയാൽ നല്ല രസമില്ലേ, ഒന്ന് നോക്ക്, അങ്ങനെ പറയുന്നതാണ് ഈ EOMP എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ വർഷവും ഓഡിറ്റർ എല്ലാവരും ഇൻവെന്ററി നോക്കൂ, അത് കോസ്റ്റ് ഓർ NRV വിത്ത് സ്ലോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. കാരണം അതല്ലെങ്കിലും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണല്ലോ. ഈ കോസ്റ്റ് ഓർ NRV മാറിയിട്ട് ഇനിയിപ്പോൾ പുതിയ ഏതെങ്കിലും ഒരു രീതിയിലോട്ട് മാറ്റി എന്ന് വിചാരിക്കും. ഇപ്പോൾ എല്ലായിടത്തും AS2 റിവിഷൻ വന്നിട്ട് ഇൻവെന്ററിക്ക് പുതിയൊരു വാല്യൂഷൻ മെത്തേഡ് ഇനി വന്നു എന്ന് വിചാരിക്കുക ഭാവിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ASൽ മാറ്റം വന്നാൽ ആ മാറ്റം കൊണ്ടുവരുന്ന ആദ്യത്തെ വർഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോക്കിയാൽ ഇത്രയും കാലത്തെ അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, അത് ക്ലയൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റ് ASലത്തെ റിക്വയർമെൻറ്റ്സ് ക്ലയൻറ്റ് പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യും. അത് EOMP അല്ല. ഇഫ് ദർ ഇസ് ഒരു അമൗണ്ടിലത്തെ മാറ്റം കൃത്യമായിട്ട് അക്കൗണ്ടിങ് സർവീസ് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ മിസ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ നമ്മൾ EOMPയിൽ പറയുക. മിസ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല, കറക്റ്റായിട്ട് അക്കൗണ്ടിങ് പോളിസി അപ്ലൈ ചെയ്തു. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്തതുകൊണ്ട് ഒരു ഡിഫറെൻ്റ് നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വന്നു എമൗണ്ടിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യം നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം, അല്ലേ. ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുന്നതിൽ ഒരിക്കലും എംഫസിസ് ഒരു പകരമാവില്ല എന്നൊക്കെ EOMPയിൽ പറയുന്നുണ്ട്. സോ ഇത്തരം സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇത് ഹൈലൈറ്റ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ലിറ്റിഗേഷൻസിൻ്റെ ഒക്കെ ഇഫക്റ്റ് ഉണ്ട്, നോട്ട്സ് ടു അക്കൗണ്ട്സിൽ AS29 പ്രകാരം ഡിസ്ക്ലോസ് ചെയ്യണം. ആ ഡിസ്ക്ലോഷർ നോക്കൂ എന്ന് നമുക്ക് റെഫറൻസ് കൊടുക്കാം. ദീസ് ആർ ദ സർക്കംസ്റ്റാൻസ്. ഇത് ക്ലാസ്സിൽ ഇങ്ങനെ എക്സാമ്പിൾസ് പോലെ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ സിമിലർ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് വി ഹാവ് ടു വിച്ച് റിക്വയർസ് us to give an EOMP. ഏതെങ്കിലും എക്സെപ്ഷൻ ആയിട്ടുള്ള ലിറ്റിഗേഷൻസ് ഓർ റെഗുലേറ്ററി ആക്ഷൻസിനെ സംബന്ധിക്കുന്ന അൺസർട്ടനിറ്റീസ് ഹൈലൈറ്റ് ചെയ്യാം EOMPക്കകത്ത്. ഇനി സബ്സിക്വന്റ് ഇവൻസ് വിച്ച് ഹാപ്പൻസ് ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് FS ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഏർലി ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസിയുടെ എഫക്റ്റുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇനി മേജർ കറ്റാസ്ട്രോഫി, അതായത് ടൈഫോൺ, ഫ്ലഡ്, എർത്ത് ക്വേക്ക്, എനിമി ആക്ഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിച്ച് ഹാസ് എഫക്ട്സ് ഓൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ആ കാര്യങ്ങൾ നമുക്ക് ദേ അങ്ങോട്ട് നോക്കൂ എന്ന് വേണ്ടി ഹൈലൈറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. Sunrise Pharma Limited has incurred significant expenditure during the financial year on developing new drug formula and also on purchasing software license. The management has capitalized all such costs under intangible. Okay, AS26. അപ്പോൾ ഇതും ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസിലത്തെ AS26 ബേസ്ഡ് ആയിട്ടുള്ള സംഭവം. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. there are some 4 type of questions. One type of questions പക്ക AS law questions വരും അല്ലേ. ASൽ അസറ്റ് ബേസ്ഡ് AS2, AS10, AS26 ഇമ്പോർട്ടൻ്റ് ആണ്. ലോയിൽ സെക്ഷൻ 52, 53, 54, 66 എന്നീ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൻഡ് AS26 ഒക്കെ എനിക്ക് തോന്നുന്നു Jan 25 എക്സാം ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്, September 24 വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. AS26 റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ MTPയിലും വന്നു. അസറ്റ് ബേസ്ഡ് ASകളാണ് അധികം അവർ ചോദിക്കുക.
എനിക്കൊന്ന് MTP1 AS10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. തൊട്ട് മുന്നത്തെ നമ്മുടെ MTP1 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ്സിന്റെ കോസ്റ്റ് എന്ത് ഇൻക്ലൂഡ് ചെയ്യും, എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ AS26 ആണ്. During the audit, auditor noticed that company has also written off one software package 2 years ago. Okay, intangible asset which is no longer in use, write off ചെയ്യണം with the prior approval of management. അതൊക്കെ പ്രീവിയസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. On further review, we observe that no documentation has been provided to distinguish between research and development cost. AS26 concept. ഇതെല്ലാം പക്ക AS26. റിസർച്ച് ഫേസിൽ സംഭവിക്കുന്ന ഇഫ് ദി എക്സ്പെൻസസ് വി ക്യാൻ ക്ലിയർലി ഡിമാർക്കേറ്റ് ഇറ്റ് ദാറ്റ്. റിസർച്ച് ഫേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എക്സ്പെൻസ് ചെയ്യുക. ഡെവലപ്മെന്റ് ഫേസിൽ മാത്രമേ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. The auditor observes that no documentation has been provided to distinguish between research and development, and the company has capitalized certain items that may relate to research phase. റിസർച്ചിൽ അതായത് P&L എക്സ്പെൻസ് ചെയ്യുന്ന സാധനങ്ങളെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ എക്സ്പെൻസ് അണ്ടർസെറ്റ് ആവും, ബാലൻസ് ഷീറ്റ് ഓവർസെറ്റ് ആവും. ഫോർ ദി ന്യൂ സോഫ്റ്റ്വെയർ പർച്ചേസ് യു ആർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് എനി എവിഡൻസ് ഓഫ് കൊട്ടേഷൻസ് ഓർ അപ്രൂവൽ. ഓക്കെ, അപ്രൂവൽ സോഫ്റ്റ്വെയർ വാങ്ങിച്ചതിന് ഓതറൈസേഷൻ കാണുന്നില്ല. ഫോർ ദ ഡിസ്കാർഡഡ് സോഫ്റ്റ്വെയർ അവർ വാങ്ങിച്ചും ചെയ്തിട്ടുണ്ട്, ഡിസ്കാർഡും ചെയ്തിട്ടുണ്ട്. ദ എൻറ്റിറ്റി ഹാസ് നോട്ട് ഷെയർഡ് എനി ഡിസ്പോസൽ നോട്ട്. അപ്പോൾ വാങ്ങിച്ചതിനും തെളിവില്ല, വിറ്റതിനും തെളിവില്ല. ഡിസ്ക്രൈബ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യു ഷുഡ് പെർഫോം ഫോർ അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അഡീഷൻസ് ഡിലീഷൻസിനെ സംബന്ധിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓതറൈസേഷൻ വാങ്ങിക്കുന്നതും റിസർച്ച് ഫേസിലത്തെ സാധനം എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് ഫേസിൽ മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യുന്നുള്ളൂ. മറ്റേ ഏതെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റ് നോ ലോങ്ങർ ഇൻ യൂസ് ആണെങ്കിൽ മാത്രം മാനേജ്മെൻറ്റ് അപ്രൂവലിന് ശേഷമേ അതിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ അമോർട്ടൈസേഷൻ ഷുഡ് റിഫ്ലക്ട് ദ പാറ്റേൺ ഓഫ് ബെനിഫിറ്റ് ഓഫ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദി ഇൻടാഞ്ചിബിൾസ്. ആ ഇതിലെ നമ്മൾ തന്നെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫോർ അഡീഷൻസ് ഡ്യൂറിങ് ദ പീരിയഡ് വി ഹാവ് ടു ചെക്ക് ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ അഡീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. Every addition is meeting the recognition criteria as per AS26. Ensure that intangible asset arising from research phase is what? Expensed. Ensure that no intangible asset arising from research is capitalized. Research phase expenses intangible asset അല്ല, അതൊരു P&L expense ആണ് അല്ലേ. No intangible asset arising from research should be recognized. അതായത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ബട്ട് റാദർ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി recognized as an expense. പിന്നെ ഡെവലപ്മെൻറ്റ് ഫേസിൽ നമുക്ക് ക്യാപിറ്റൽ ചെക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് റിപ്പോർട്ട് ഓർ അതർ സിമിലർ ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ബൈ എൻറ്റിറ്റി വെരിഫൈ ഡേറ്റ് ഓഫ് യൂസ് ഓഫ് ഇൻടാഞ്ചിബിൾ വിച്ച് കുഡ് ബി ലിങ്ക്ഡ് വിത്ത് ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് എന്ന് തൊട്ടാണ് ഇൻടാഞ്ചിബിൾ യൂസ് ചെയ്തതെന്നൊക്കെ ഡോക്യുമെന്റ്സ് നോക്കാം. വെരിഫൈ വെദർ അഡീഷൻസ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദ അപ്രൂവിംഗ് അതോറിറ്റി. അഡീഷൻസ് മാത്രമല്ല ഡിലീഷൻ സമയത്തും അപ്രൂവൽ വേണം. വെരിഫൈ വെദർ പ്രോപ്പർ ഇന്റർണൽ പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ലൈക്ക് കോമ്പറ്റീറ്റീവ് കൊട്ടേഷൻസും ടെൻഡേഴ്സും വാങ്ങിച്ചിട്ടുണ്ടോ ബിഫോർ പ്രൊക്യൂറിംഗ് എനി ഐറ്റംസ് ഓഫ് ഇൻടാഞ്ചിബിൾ. ഇൻ റിലേഷൻ ടു ഡിലീഷൻ ഓൾസോ understand from the management the reasons, obtain management approval and disposal note authorizing the disposal. Verify that management has accurately recorded the deletion. ക്വസ്റ്റനിൽ ഇല്ല എന്ന് പറഞ്ഞ കാരണം എല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതന്നെ ഉള്ളൂ സംഭവിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓക്കെ, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റൻ തന്നെ. ആക്ച്വലി ക്വസ്റ്റനിൽ അവർ കുറേ കാര്യങ്ങൾ ഇല്ലാന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ശരിക്കും ഉണ്ടാവേണ്ടതായിരുന്നു. അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതേപോലെ സംഭവിച്ചിട്ടുള്ളൂ. ബേസിക് AS26ന്റെ ബേസിക് പോയിന്റ്സ് തന്നെ it's sufficient to answer these questions. Intangible assetന്റെ റിസർച്ച് ഫേസ് ഡെവലപ്മെന്റ് ഫേസ് വ്യത്യാസം ആൻഡ് അമോർട്ടൈസേഷൻ്റെ മെത്തേഡിൻ്റെ കാര്യമാണെങ്കിൽ പറയാം. അഡീഷൻ സമയത്തും ഡിലീഷൻ സമയത്തും ഓതറൈസേഷൻ വേണം, കൊട്ടേഷൻ പിടിക്കണം. നോ ലോങ്ങർ ഇൻ യൂസ് ആണെങ്കിൽ മാത്രമേ വിത്ത് ദി അപ്രൂവൽ ഓഫ് ദ മാനേജ്മെന്റ് അതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്സ്. Now coming to the last question, our favorite 6C question. State the auditor's responsibility in relation to facts that become known to the auditor after the date of audit report but before the FS is issued or subsequent events. ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷം പക്ഷെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചില ഫാക്റ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി? DDI, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, ഡിറ്റർമിൻ വെദർ ദി FS needs any amendment, enquire how they are going to deal with the situation. The question should be answered in terms of steps the auditor is required to make. അതന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഡിസ്കസ്, determine, enquire. Same direct straightforward question. Next question 6C മറ്റേ നമ്മുടെ alternate question. Rohit is conducting the audit of Suman Exports Limited. During the audit he noticed a certain sales invoice provided by the client contradict the dispatch records. He also observes that managing director gives evasive answers. Okay, അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? സെയിൽസ് ഇൻവോയ്സ് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ് വിത്ത് ദ ഡിസ്പാച്ച് റെക്കോർഡ്സ്. വിറ്റ സാധനവും ഡിസ്പാച്ച് റെക്കോർഡ്സ് തമ്മിൽ മാച്ച് ആവുന്നില്ല.
വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ്. അതങ്ങ് പറഞ്ഞാൽ പോലെ നമ്മളുടെ മെയിൻ റൂളിൽ നിന്നും ഒരുപാട് മാറി. എന്തിനാണ് ഈ കഥ വായിക്കുന്നത്? നേരെ താഴത്തേക്ക് വന്നാൽ പോരെ. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ്. ഞാൻ മറ്റേ ഡിസ്പാച്ച് റെക്കോർഡ്സ് ഒക്കെ വായിച്ചിട്ട് ഇതിപ്പോൾ വീണ്ടും ഓഡിറ്റർ ഡിഫറെൻറ്റ് ഐറ്റംസ് ആണെന്നൊക്കെ വിചാരിക്കാൻ വേണ്ടി പോയി. അസേർഷൻ ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ചു. ഒന്നുമല്ല. എക്സ്പ്ലെയിൻ ഹൗ CA Rohit should apply the concept of skepticism. What specific matters he should remain alert about. ബേസിക് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ തിരിയിൽ പഠിക്കുന്ന സംഭവം. Professional skepticism is an attitude that includes questioning mind and a state of being alert to various possibilities of fraud. Professional skepticism includes being alert to ചില കാര്യങ്ങൾ, information that contradicts other information, situations which require the auditor to check the reliability of the underlying records, in a situations circumstances that indicates fraud. ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ അലേർട്ട് ആയിട്ടിരുന്നാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ഓവർലുക്കിംഗ് ഓഫ് അൺയൂഷ്വൽ മാറ്റേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് മേക്കിംഗ് ഇൻഅപ്രോപ്രിയേറ്റ് അസംഷൻസ്. ഇല്ലേ, അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് കിട്ടും. സോ യെസ്, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. സ്കെപ്റ്റിസം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ആൻ ആറ്റിറ്റ്യൂഡ് that includes a questioning mind and being alert. We have to be alert while exercising skeptical. We have to alert about audit evidence that contradicts other situations, information that questions the reliability of the underlying records, and also conditions indicating of fraud. Simple sana. And also circumstance that requires auditor to perform procedures in addition to essays. എസ്സേയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ അഡീഷണൽ ആയിട്ട് തന്നെ സർക്കംസ്റ്റൻസ്. ഈ 4 കാര്യങ്ങളും ഡിറ്റോ അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡക്ഷൻ തിയറിയിൽ ക്ലാസ് ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇതാണ്. ഓക്കെ, 6C ഇറ്റ് വെൻ വെരി സിമ്പിൾ കഴിഞ്ഞു. പക്ഷേ കമ്പാരിറ്റീവ്ലി അപ്പോൾ MTP2 ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കമ്പയറിംഗ് വിത്ത് MTP1, ഐ തിങ്ക് MTP1 തന്നെയായിരുന്നു കുറച്ചും കൂടി ഒരു, അതിലെല്ലാ ക്വസ്റ്റ്യനും ജനറിക് ക്വസ്റ്റ്യൻസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് MCQs വാസ് ഓൾസോ പ്രെറ്റി ഡീസൻറ്റ്. അതിലൊരു മറ്റേ ബാങ്ക് ഓഡിറ്റിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര എന്നെയും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഓൾസോ ഫീലിംഗ് വെരി അപ്സെറ്റ്. കാരണം എനിക്ക് അതിൻ്റെ ആൻസർ ലോസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ എന്തുകൊണ്ട് ലോസ് പറഞ്ഞെന്നുള്ള നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ഇറ്റ്സ് ലോസ്. ഐ ഡോണ്ട് നോ. എനിക്ക് വേറെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് സാറ്റിസ്ഫാക്ടറിലി അവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദി ആൻസർ ടു ദാറ്റ് ഗിവൺ ബൈ ICA വാസ് ഡൗട്ട്ഫുൾ. MTP1 ചെക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സംഭവം മനസ്സിലാവും. ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ 2A-യോ 2B-യിലോ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. വി ഹാഡ് എ ഡിസ്പ്യൂട്ട് വിത്ത് ദി ICA ആൻസർ. അപ്പോൾ യെസ് ഗൈസ്, ഐ എം വെരി ലെസ് ഹാപ്പി ടു സേ ദിസ്. ഇത് തന്നെയായിരുന്നു നമ്മളുടെ Jan 25-ൻ്റെയും എക്സാക്ട് ട്രെൻഡ്. Jan 25 അറ്റംപ്റ്റിൽ RTP വാസ് വെരി സിമ്പിൾ. MTP1 വാസ് ലിറ്റിൽ ബിറ്റ് ട്രിക്കി. MTP1-നേക്കാളും കുറച്ച് താഴെ, എന്നാൽ RTP-നേക്കാളും മുകളിൽ ഒരു മോഡറേറ്റ് പിടിച്ചു. ആൻഡ് എക്സാം ഓഫ് Jan 25 വാസ് നോട്ട് എ വെരി കൂൾ അറ്റംപ്റ്റ്. ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. Let us go for the worst case scenario. Okay, I'm not telling this to create tension among you, but let us anticipate for the future losses. Prudence concept. We are ultimately CA students, right? So accounting രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാം. Let us imagine the worst case scenario. If at all Jan 25-നെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു എന്ന് വിചാരിക്കുക. ലിസൺ കെയർഫുള്ളി മൈ ഡിയർ സ്റ്റുഡൻസ്. എന്തായാലും 100 മാർക്കിനും അവന്മാർ ഇൻ്റർനാഷണൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് നിങ്ങളെ പേടിപ്പിക്കത്തില്ല. അണ്ടർസ്റ്റാൻഡ്, എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും 10-30 മാർക്ക് വരെയൊക്കെ മാക്സിമം വേണമെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോഴും യു ആർ ലെഫ്റ്റ് വിത്ത് റിമൈനിങ് 70 എന്ന് ആലോചിക്കുക. ആൻഡ് ദേ ആർ ഗോയിങ് ടു പ്ലേസ് ദിസ് ആദ്യത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഇൻ സച്ച് എ മാനർ. കമ്പൾസറി ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ 1A തന്നെ ചിലപ്പോൾ യമണ്ടൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബി ചിൽ, ബി കൂൾ. മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ശ്രദ്ധയോടെ വായിച്ച് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഇത് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആയിരിക്കാം. വെപ്രാളം പിടിച്ച് ടെൻഷൻ കയറി ഇത് പോയി ചത്തെന്ന് വിചാരിച്ച് ബാക്കി അറിയുന്ന സാധനം കൂടി കളയരുത്. ബി വെരി റിലാക്സ്ഡ്. അറിയുന്ന ക്വസ്റ്റ്യൻസിലോട്ട് പോവുക. കാരണം എത്ര ടഫ് ക്വസ്റ്റ്യൻ പേപ്പറിലും 60-70 മാർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ Jan 25-ത്തെ മറ്റേ ഇൻ്റർനാഷണൽ പേപ്പറിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിലും സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്, ഫെമിലിയാരിറ്റി ത്രെട്ട്, അസേർഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക്. നിങ്ങൾ പ്രോപ്പറായിട്ട് സിലബസ് ഫുൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ബുക്ക് ഫുൾ പഠിച്ചിട്ടുണ്ട്, RTP MTP വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. ദ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ്. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഒട്ടും 40 പോലും കിട്ടുമോ അങ്ങനൊന്നും സംഭവിക്കുമോ എന്ന് പേടിച്ച് ചുമ്മാ ആൻസൈറ്റി കൂട്ടണ്ട. യു ഹാവ്, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ till this moment, you have earned that level.
where you are not going to fail just like that. Don't worry, അങ്ങനെ ഫെയിൽ ആവുന്നില്ല. കോൺഫിഡൻസ് കളയാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എക്സാമിൻ്റെ തലേ ദിവസം 2 ദിവസം ഹൗ മച്ച് യു റിവൈസ്, എത്രമാത്രം സിലബസ് കംപ്ലീറ്റ് ആവുന്നു, ദാറ്റ് ഇസ് ഓഫ് ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ്. വിൽ ബി ഗിവിംഗ് എ വീഡിയോ ഓൺ ദാറ്റ് ഓൾസോ. കോസ്റ്റിംഗ് എക്സാമിന് ശേഷം പഠിക്കാനായിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോസ് നമ്മൾ തരുന്നുണ്ടാവും. അത് മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അഗെയിൻ ഐ എംഫസൈസ്, സിലബസ് കംപ്ലീഷൻ ഇസ് മസ്റ്റ്. സിലബസ് കംപ്ലീഷൻ മസ്റ്റ് ആണ്. അതിൻ്റെ RTP NTP ഒക്കെ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോസ് കണ്ടതിന് ശേഷവും ഒരു ആഫ്റ്റർ 2 days ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ഓൺ യുവർ ഓൺ. ട്രൈ ടു സി ഈ വീഡിയോ കണ്ട ഓർമ്മയിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ മാക്സിമം ഈ സജസ്റ്റ് ആൻസേഴ്സ് പാസ്റ്റ് എക്സാം 2 അറ്റംപ്റ്റും കൂടി ബാക്കിലോട്ട്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ September 24 onwards ഉള്ള എല്ലാ RTP NTP ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും RTP NTP മാർക്ക് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഗിവ് യുവർ ബെസ്റ്റ് എഫേർട്ട് ഗൈസ്. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഉള്ളതും കൂടി ഒന്നും കളയേണ്ട ആവശ്യമില്ല. ലെറ്റ് us see, ചിലപ്പോൾ പേടിക്കുന്ന പോലെ സംഭവിക്കത്തില്ല. ചാനൽ നല്ല ഈസി പേപ്പറും വരാം. വി നെവർ നോ. Okay, come what may. Anyways, you are here in this journey. You have decided to become a chartered accountant. No, there's no stepping back. അല്ലേ? അപ്പോൾ യെസ്, ജസ്റ്റ് മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക. ഗിവ് യുവർ ബെസ്റ്റ് എഫേർട്സ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, വിൽ സി അഗെയിൻ ഇൻ ദാറ്റ് ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി വീഡിയോയിൽ നമുക്ക് കാണാം. എക്സ്പെക്റ്റഡ് ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസ് എല്ലാം പറഞ്ഞുതരാം. മീൻ വൈൽ കീപ് യുവർ റിവിഷൻ സ്ട്രോങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, bye bye.